സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, ആസാദി ടി വിയുടെ എൻ്റെ കഥയുടെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഞാൻ എപ്പോഴും നമ്മുടെ ചാനലിൽ പറയുന്നൊരു കാര്യമാണ്, എല്ലാ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതെല്ലാം പുതിയ അനുഭവങ്ങളാണ്, കഥകളാണ്. അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുന്നു. ഇന്നും നമ്മളൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. അനുഗ്രഹീത പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ കൊണ്ടോടുന്ന ഈ സാവകാശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന അവിടുത്തെ ദാസനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മിക വിടുതലിന്, അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സഹായിച്ചാട്ട്, അനുഗ്രഹിച്ചാട്ട്. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നല്ല ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. നമുക്കിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ ദംദരിയിൽ നിന്ന് പ്രിയ കർത്താവിൻ്റെ ദാസൻ റോബിൻ സേവിയറാണ്. വളരെ സ്നേഹത്തോടു കൂടെ, ആദരവോടുകൂടെ കർത്താവിൻ്റെ ദാസനെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുണ്ട് പാസ്റ്റർ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം സമയങ്ങൾ വേർതിരിച്ച് നൽകിയതിൽ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ അല്ലേ, പ്രത്യേകിച്ച് ഈ കോവിഡിനൊക്കെ ശേഷം ചെയ്യാൻ കർത്താവ് കൃപ ചെയ്യുന്നു. മിനിസ്ട്രിക്കൊക്കെ വന്നത് കോവിഡിന് ശേഷമാണോ, അതിന് മുമ്പേ തന്നെ മിനിസ്ട്രിയുമായിട്ടൊക്കെ ഇൻവോൾവ് ആയിരുന്നോ? ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് എടുക്കുന്നത് 2007 ഡിസംബർ തൊട്ടാണ്. ഓക്കെ, അന്ന് തൊട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ശരി, ഓക്കെ. എന്നാൽ കോവിഡും അതിനോടനുബന്ധിച്ചുള്ള കുറേ അനുഭവങ്ങളൊക്കെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ചല്ലേ, പുതിയ ദിശയിലേക്കൊക്കെ നയിച്ചു. അതെല്ലാം നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയണം. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പാസ്റ്ററും ഫാമിലിയും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു നല്ല യൂട്യൂബ് ചാനലുണ്ട് അല്ലേ? യൂട്യൂബ് ചാനൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല, എന്നാൽ നമ്മുടെ ഒരു വൺ ഡ്രൈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. അത് മുഖാന്തരം അനേക പാട്ടുകൾ ഈ ദിവസങ്ങൾ വരുന്നുണ്ട്. അത് ഹിന്ദിയിലാണ് പ്രധാനമായിട്ടും. എൻ്റെ അളിയൻ സ്റ്റീഫൻ വർഗീസ്, അതുപോലെ എൻ്റെ ഭാര്യ സോഫിയ, അളിയൻ റോബിൻസൺ ഷാലു, എൻ്റെ വൈഫ് ജെസ്സി റോബിൻ, പിന്നെ മറ്റൊരു അളിയൻ മാത്യു വർഗീസ്. അങ്ങനെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളതാണ്. അനേക പാട്ടുകൾ എൻ്റെ വൈഫ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് പുതിയ പാട്ടുകൾ മലയാളത്തിൽ നിന്നൊക്കെ. അങ്ങനെ തൻ്റെ ആ പാട്ടുകൾ അനേക ആൾക്കാർ കേൾക്കുവാനും കാണാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാട്ടുമായിട്ട് ബന്ധമുള്ള കുടുംബം അല്ലേ? എൻ്റെ വൈഫിന്റെ ഫാമിലി ഒരു പാട്ടുമായിട്ട് ബന്ധമാണ്. എന്റെ റൂട്ട് മറ്റൊരു തരത്തിലായിരുന്നു. അത് ഞാൻ വഴിയാലെ അറിയിക്കാം. എന്താണ് സാക്ഷ്യം പറയുമ്പോൾ പറയാം, സാക്ഷ്യത്തിൽ കൂടെ പറയാം. അതെ. വൈഫൊക്കെ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിൽ തന്നെ ജനിച്ചു വളർന്നതാണ്. അതെ, അതെ. എൻ്റെ ഫാദറിലോ 1956 തൊട്ട് 55-56 തൊട്ട് ഈ റായ്പൂരിലാണ്. തന്റെ പിതാവ് CM വർഗീസ് എന്ന് പറയും. അദ്ദേഹം ആദ്യകാല ബ്രദറൻ സഭാ വിഭാഗത്തിൽ നിന്നായിരുന്നു. അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അങ്ങനെ ഛത്തീസ്ഗഡിൽ ജോലിക്ക് താൻ കടന്നു വന്നു. അന്ന് എൻ്റെ ഫാദറിലേക്ക് പ്രായം 1 വയസ്സായിരുന്നു. 1954 അദ്ദേഹം ജനിക്കുന്നത്. അന്ന് തൊട്ട് ഇവിടുത്തുകാരനായിട്ടാണ് അദ്ദേഹം വളർന്നത്. എൻ്റെ മദറിലൊക്കെ ആണെങ്കിലും അവരുടെ പാരമ്പര്യം വരുന്നത് തമിഴ്നാട്ടിലുള്ള മധുരയിൽ നിന്നാണ്. എന്നാൽ 18th സെഞ്ചുറിയിൽ അവര് ഈ ഛത്തീസ്ഗഡിൽ എത്തപ്പെട്ടതാണ്. അവര് ക്രിസ്ത്യാനികളായി തീരുന്നത് 1914 കാലഘട്ടത്തിലാണ്. എൻ്റെ മദറിൽ ജനിക്കുന്നത് 1956 എന്നാൽ അവരുടെ പാരമ്പര്യം, എന്നാൽ അവരുടെ ചരിത്രം പഠിച്ചാൽ ഗവൺമെന്റ് ഓഫീസിലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീരപതക്കം കാണാൻ ഇടയായി തീർന്നു. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ വീരമൃത്യു വരിച്ചതായിരുന്നു തന്റെ പിതാവിന്റെ പിതാവും. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങൾ ഉള്ള പാരമ്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ കുടുംബങ്ങൾ അണ്ണാസാമി എന്നായിരുന്നു അവർ അറിയപ്പെടുന്നത്.
ഈ അണ്ണാസ്വാമിയാണ് എന്റെ മദറിലോയുടെ ഫാദറാണ് പി സാമുവൽ പാസ്റ്റർ റായ്പൂരിലേക്ക് 1950 കാലഘട്ടത്തിൽ വരുമ്പോൾ ആദ്യമായി വിശ്വാസത്തിൽ വന്ന കുടുംബങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് സഭയിൽ മുന്നിൽ നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൊക്കെ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അണ്ണാസ്വാമി എന്ന് പറയും. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത സമയത്ത് ആ പുസ്തകം വായിക്കുകയും നമ്മുടെ ചാനലിൽ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. റായ്പൂരിലെ അപ്പോസ്തലനാകുന്ന ശമൂവേൽ പാസ്റ്ററുടെ അനുഭവങ്ങൾ. അപ്പോൾ അണ്ണാസ്വാമി എന്ന് പറഞ്ഞ തന്റെ പെങ്ങളായിരുന്നു. താൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽ നേഴ്സ് ആയിരുന്നു. അങ്ങനെ താൻ മുഖാന്തരമാണ് ആ ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിപ്പാൻ ഒരു അവസരം ഉണ്ടെന്ന് ആ പുസ്തകത്തിനകത്ത് പരാമർശമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്താണ് അവിടെ രോഗികളെല്ലാം സൗഖ്യമായി തീരുന്നത്. പിന്നീട് ഡോക്ടേഴ്സ് എല്ലാം കൂടി ഇദ്ദേഹത്തെ വിളിപ്പിച്ച് ഇദ്ദേഹം ആദ്യം പേടിച്ചു പോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി പേര് സൗഖ്യമായി, ഇവിടെ മീറ്റിംഗ് നടത്തണം. പിന്നെ അങ്ങനെയാണ് ആ ഹോസ്പിറ്റലില് പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ ആരംഭിക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എടുത്തു പറയേണ്ട ഒരു കാര്യം, വൺ ട്രൈബ് പ്രൊഡക്ഷൻ ആ ചാനലിൽ ഞാൻ കണ്ടു. പാസ്റ്ററുടെ വൈഫ് പാടിയ പാട്ട് 1,80,00,000 ആളുകൾ കണ്ടു, അല്ലേ? അതെ 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 അത് ഭയങ്കര പാസ്റ്ററെ. 1,80,00,000 18 മില്യൺ ആളുകൾ. സിസ്റ്റർ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത പാട്ട്, അല്ലേ? അതെ അതെ ദൈവത്തിന് സ്തോത്രം. വൺ ട്രൈബ് പ്രൊഡക്ഷന്റെ ആദ്യത്തെ പാട്ടായിരുന്നു. പ്രത്യേകിച്ച് ദൈവിക ആലോചന, വർഷങ്ങൾക്ക് മുമ്പുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണമായിരുന്നു അതൊക്കെ. തന്നെ ദൈവനോട് പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഞാൻ അറിയിപ്പാൻ തക്കോണം ആഗ്രഹിക്കുന്നു. സാക്ഷ്യം പറയുമ്പോൾ വിശദമാക്കാം. അത് നാച്ചുറൽ അല്ല പാസ്റ്ററെ. 1,80,00,000 ആളുകൾ ഒരു പാട്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ദൈവത്തിൻ്റെ വർക്കാണ്, മിറക്കിളാണ്. കാരണം ഞങ്ങളൊരു ചാനൽ തുടങ്ങിയതും ഈ ചാനൽ ഇങ്ങനെ വന്നതും ഒക്കെ ഞങ്ങൾക്കറിയാം. ഇത് ദൈവം തൊടാതെ വളരാനൊക്കത്തില്ല. ദൈവം തൊടാതെ കാരണം ഞാൻ 2008 എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ ഒരു എത്ര വർഷമാണ്, 18 വർഷം പ്രായമുള്ള ഒരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്ത ആളാണ് ഞാൻ. അന്നൊന്നും ആളുകൾ യൂട്യൂബിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും കിട്ടാത്ത വളർച്ച 2020-21 കോവിഡിൻ്റെ കാലത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ദിസ് ഇയർ വിൽ ബി ദ ഇയർ ഓഫ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു. ഞാൻ ആ ഒരു സമയത്ത് 2021 ജൂലൈ ആണെന്ന് എനിക്ക് തോന്നുന്നു, അതോ 20 ജൂലൈ ആണോ, 1000 സബ്സ്ക്രിപ്ഷൻ തികയ്ക്കാൻ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലുള്ള ആളുകളുടെ പിള്ളേരുടെ എല്ലാം കാല് പിടിച്ചിട്ട് മോനെ അങ്കിളിനൊരു സബ്സ്ക്രിപ്ഷൻ തരണം, 1000 തികയ്ക്കണം എന്ന്. 995 വന്ന് നിൽക്കുക. അങ്ങനെ പിള്ളേരുടെയൊക്കെ കാല് പിടിച്ച് 1000 തികച്ചത്. പക്ഷേ 1000 തികഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അത് 40,000 വളർന്നു. അതാ ഞാൻ പറഞ്ഞത്, ദൈവം തൊട്ടാലേ വളരത്തുള്ളൂ എന്ന് പറഞ്ഞത്. 1-2 ആഴ്ചക്കകം ചാനലിൻ്റെ അവസ്ഥ മാറി. അപ്പോൾ ഈ 1,80,000 എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണമാണ്. സിസ്റ്ററുടെ പാട്ടൊന്ന് കേൾക്കാം, അല്ലേ? അതെ 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 കാരണം ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ സിസ്റ്റർക്ക് തിരക്കുള്ള ദിവസമായതുകൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹീതമാകുന്ന ഒരു പാട്ടാണ്, ഹിന്ദി പാട്ടാണ് പാടുന്നത്, അല്ലേ? അതെ അതെ ശരി. അപ്പോൾ നമുക്ക് സിസ്റ്റർ പാട്ടൊന്ന് കേൾക്കാം. അതിന് ശേഷം നമുക്ക് പ്രിയപ്പെട്ട കർത്താദാസൻ റോബിൻ സേവ്യറിനെ കൂടുതൽ പരിചയപ്പെടാം. ईशु है मेरी पनाह, वो ही है मेरी चट्टान। ईशु है मेरी पनाह, वो ही है मेरी चट्टान। लंगर मैं डालता उस पर जिस वक्त घेरते तूफान। लंगर में डालता उस पर जिस वक्त घेरते तूफान। दुनिया के सफर में फिक्रों का होता जब शोर। दुनिया के सफर में फिक्रों का होता जब शोर। ईशु एक ही झिड़की से तोड़ता सब आंधी का जोर।
से जब हूँ परेशान, जब जाना चाहता हूँ पार, दुख से जब हूँ परेशान, जब जाना चाहता हूँ पार, तब उसका उम्दा कलाम रोशनी का होता मीनार, तब उसका उम्दा कलाम रोशनी का होता मीनार। मुझे है पूरा यकीन, पहुंचूंगा एक दिन किनार। मुझे है पूरा यकीन, पहुंचूंगा एक दिन किनार। सुनहरे साहिल पर मैं पाऊंगा उसका दीदार। सुनहरी साहिल पर मैं पाऊंगा उसका दीदार। ईशु है मेरी पनाह, वो ही है मेरी चट्टान। ईशु है मेरी पनाह, वो ही है मेरी चट्टान। लंगर मैं डालता उस पर, जिस वक्त घेरते तूफान। लंगर मैं डालता उस पर, जिस वक्त घेरते तूफान। ശരി. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കുടുംബത്തെക്കുറിച്ചൊക്കെ കേട്ടു. അപ്പം പ്രിയപ്പെട്ട റോബിൻ പാസ്റ്ററുടെ കുടുംബ പശ്ചാത്തലം, ജനിച്ചു വളർന്ന സ്ഥലം, മാതാപിതാക്കൾ, ഇങ്ങനെയൊക്കെ കുട്ടിക്കാല അനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ജീവിതാനുഭവങ്ങളൊക്കെ പറയാം. നമ്മൾ കേൾക്കാൻ റെഡിയാണ്. ഇനി അധികം നമ്മൾ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ നമുക്ക് എല്ലാ അനുഭവങ്ങളും കേൾക്കണം. കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എന്റെ സ്വദേശം കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ കൂവപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞങ്ങളൊരു കാത്തലിക് കുടുംബത്തിലാണ് ജനിച്ചത്. എന്റെ പിതാവ് ഒരു സത്യാന്വേഷിയായിരുന്നു. പള്ളിയിലെ ഭക്തനായിരുന്നു. അച്ഛന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. എല്ലാ ദിവസവും പോയി അച്ഛനെ കണ്ടിട്ട് വീട്ടിൽ വരുന്ന ആളാണ്. മാതാവിന്റെ ഭക്തനായിരുന്നു. എന്നാൽ എപ്പോഴും താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എന്നെ സത്യത്തിലേക്ക് നയിക്കണം, എന്നെ സത്യത്തിലേക്ക് നയിക്കണം. ഇങ്ങനൊരു പ്രാർത്ഥന തന്റെ ലൈഫിലുണ്ടായിരുന്നു. ഞാൻ ജനിക്കുന്നത് 1983 ഞാൻ ജനിക്കുന്ന സമയത്ത് എന്റെ പിതാവ് ഒമാനിലാണ്. എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് താൻ തിരിച്ചു വരുന്നത്. പിന്നീട് പോകാൻ വേണ്ടിയുള്ള രീതിയിലാണ് വന്നതെങ്കിലും പിന്നീട് താൻ പോയില്ല. എനിക്ക് 7 വയസ്സുള്ള സമയത്താണ് ഞങ്ങൾ ഈ കാത്തലിക് മാർഗത്തിൽ നിന്ന് പെന്തക്കോസ്ത് മാർഗത്തിലേക്ക് വരുന്നത്. വരുവാനുള്ള കാരണം, വീട് വിട്ട് വാടകയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതായ ഒരു സംഭവം ഉണ്ടായി. എന്റെ പിതാവും തന്റെ അനുജനുമായിട്ടുള്ള ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വീട് വിട്ടു പോകുന്നത്. അങ്ങനെ ഞങ്ങള് പൊൻകുന്നം എന്ന സ്ഥലത്ത് പലയിടത്ത് മാറി താമസിച്ചു. ആദ്യമേ ഞങ്ങള് ഈ പുലിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് പൊൻകുന്നം സ്ഥലത്തേക്ക് വന്നു. അവിടെ ഞങ്ങളുടെ വീടിന്റെ മുകളിൽ ഞങ്ങളുടെ ഒരു അകന്ന ബന്ധുവിന്റെ, എന്റെ കുടുംബത്തിന്റെ, എന്റെ മാതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു അകന്ന ബന്ധു, അവർ പെന്തക്കോസ്തിലാണ് പോകുന്നത്. അപ്പൊ അവിടെ അതിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എന്റെ പിതാവിന് ഒരു വലിയ ഭയം തന്റെ അകത്തേക്ക് വരികയാണ്. ആ ഭയത്തിൽ നിന്ന് താൻ രക്ഷപ്പെടാൻ പല പ്രാവശ്യം ശ്രമിച്ചു. അവസാനം അമ്മയുടെ അടുക്കലേക്ക് പോകുന്നു, ഞങ്ങളെ വിളിക്കുന്നു ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക്. പണ്ട് ഞങ്ങൾ താമസിച്ച വീടിനടുത്ത ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പൊ ആ വ്യക്തിയൊക്കെ ആയിത്തീരുന്നു എന്നൊക്കെ ചിന്തയാണ് എന്റെ ഫാദറിന്റെ അകത്ത് വന്നെന്നാ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി വീട്ടിൽ കിടക്കാൻ ഭയമായിട്ട് പിതാവ് ഞങ്ങളെ കൂട്ടി തൊട്ട് മുകളിലുള്ള ആ പെന്തക്കോസ്ത് ഭവനത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങള് ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാം എടുത്തുകൊണ്ടാണ് അവിടെ പോയത്. അന്ന് അവിടെ താമസിച്ചു. പിതാവിന് ഭയമായിരുന്നു. ഞാൻ പറഞ്ഞു, നാളെ പാസ്റ്ററിന്റെ അടുക്കൽ കൊണ്ടുപോകാം, അദ്ദേഹം പ്രാർത്ഥിക്കും.
അങ്ങനെ ഇവര് അടുത്ത ദിവസം എന്റെ പിതാവിനെ കൂട്ടിക്കൊണ്ട് ഈ ചാക്കോ പാസ്റ്റർ എന്ന് പറയും, കൊടുങ്ങൂരുള്ള ചർച്ച, ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. ഒരു നല്ലൊരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനും കൂടിയായിരുന്നു. അങ്ങനെ ആ അദ്ദേഹത്തിന്റെ അടുക്കിലേക്കാണ് ഇവർ കൂട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ തന്നെ ഇറങ്ങിപ്പോകുന്ന പോലെ ഫീൽ ആക്കുന്നു. അങ്ങനെയാണ് താൻ ഫ്രീ ആകുകയും സൗഖ്യമാകുകയും പിന്നീട് അവർ പറഞ്ഞു അവസരം കിട്ടുമ്പോഴൊക്കെ ചർച്ചിലേക്ക് വരണം. പക്ഷെ പിന്നീട് എന്റെ പിതാവ് അതിന്റെ പുറകെ പോവുകയായിരുന്നു. മക്കളായ ഞങ്ങളും പിതാവിന്റെ മാതാവിന്റെ കൂടെ ഞങ്ങളും പോയി. അങ്ങനെ ഞങ്ങൾ 5 പേര്, എനിക്കൊരു സഹോദരിയുണ്ട്, ഒരു സഹോദരനുണ്ട്, ഞാൻ ഏറ്റവും ഇളയതാ. ഞങ്ങളെല്ലാം ചർച്ചിലേക്ക് പോകാൻ തുടങ്ങുന്നു. അതിനുശേഷം പിന്തിരിഞ്ഞിട്ടില്ല, ആ മാർഗത്തിന്റെ പുറകെ പോയി. ആ വർഷം തന്നെ എന്റെ പിതാവും മാതാവും എന്റെ സഹോദരിയും സ്നാനം ഏൽക്കുന്നു. മക്കളായി ഞങ്ങൾ പിൻഗമിക്കുന്നു. എന്നാൽ ചെറുപ്പത്തിൽ തന്നെ ദൈവത്തോടൊരു ബന്ധമുണ്ടായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിനെ കേൾക്കാൻ ഇഷ്ടമായിരുന്നു. 9ാമത്തെ വയസ്സിലാണ് ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ അധികം പ്രസംഗിക്കുന്നത് എന്നോടാണ് എന്നൊരു ഫീൽ എൻ്റെ അകത്തുണ്ടാകുന്നത്. അത് ദൈവശബ്ദമായി ഞാൻ ഏറ്റെടുക്കുന്നത്. അന്ന് ഞങ്ങൾ മണ്ണാർക്കയം കാഞ്ഞിരപ്പള്ളിയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കുറച്ച് കാലഘട്ടം ഈ ചർച്ച് ബോർഡ് കൊടുങ്ങൂര് അവിടെ പോയിരുന്നു. അതിനുശേഷമാണ് ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിലേക്ക് ഞങ്ങൾ മാറുന്നത്. അവിടെ തൊട്ടാണ് ദൈവശബ്ദം കേൾക്കുന്നൊരു ഫീൽ ഉണ്ടാകുന്നത്. എന്നാൽ എന്റെ കുടുംബത്തിൽ ആദ്യമായി അന്യഭാഷയുടെ കൃപാവരം ലഭിക്കുന്നത് എനിക്കാണ് 11ാമത്തെ വയസ്സിൽ. അതിനുശേഷമാണ് എന്റെ പിതാവിനും മാതാവിനൊക്കെ ലഭിക്കുന്നത്. അന്ന് ഞാൻ സ്ഥാനം ഏറ്റിട്ടില്ല. അന്ന് തൊട്ടേ ദൈവിക വിളിയെക്കുറിച്ചും ദൈവിക ശുശ്രൂഷയെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ പല ദൈവദാസന്മാരിൽ കൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ പലയിടങ്ങളിൽ മാറി മാറി താമസിക്കേണ്ട അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതിനിടയ്ക്ക് ദൈവവിളി എന്റെ പിതാവിനുണ്ടായി. താന് ജോലി ചെയ്യുന്നതൊക്കെ വിട്ടിട്ട് ബൈബിൾ സ്കൂളിലേക്ക് പോകാനിടയായി. ആ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ മാതാവ് വീട് നോക്കാൻ വേണ്ടി സൗദിയുടെ പ്രദേശത്തേക്ക് പോകാനിടയായി. എന്റെ അമ്മ ഒരു സ്ഥലത്ത്, എന്റെ പിതാവ് ബൈബിൾ സ്കൂളിൽ, എന്റെ പെങ്ങളെ ബൈബിൾ സ്കൂളിൽ കൊണ്ട് പഠിക്കാൻ വിട്ടു. എന്റെ സഹോദരൻ വേറൊരിടത്ത്, ഞാൻ വേറൊരിടത്ത്. ഞങ്ങൾ 5 പേരും 5 സ്ഥലത്തായി മാറി. ഞങ്ങൾക്ക് സ്വന്തമായി വീടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാന് ഫാദറിന്റെ അനുജന്റെ കൂടെയും, ജ്യേഷ്ഠനാണെങ്കിൽ അമ്മ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിനിടയ്ക്ക് എന്റെ ജ്യേഷ്ഠന്റെ പഠിത്തമൊക്കെ കുഴപ്പി വലിയ സംഘർഷങ്ങൾ കൂടി പ്രശ്നങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയി. എന്നാൽ പിന്നീട് എന്റെ പിതാവ് പാസ്റ്ററായി മാറി. ആദ്യത്തെ പോസ്റ്റിങ് ആലപ്പുഴയിലായിരുന്നു. അവിടെയാണ് എന്റെ 10ാം ക്ലാസ് ഒക്കെ കഴിയുന്നത്, ചേന്നഗിരി എന്ന സ്ഥലത്ത്. ആ നദി ക്രോസ് ചെയ്തത് ദേവമാത HS സ്കൂള്. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനതിനെ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം, മനോഹരമായൊരു സമയം, ഒരു വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എന്റെ പിതാവ് പോയത് മലബാറിലേക്കായിരുന്നു, കണ്ണൂരിലേക്ക്, തേർത്തലിലേക്ക്. അപ്പോ ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞത്, അവിടെ പോയിക്കോ, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്, താമസവും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എന്റെ പിതാവ് ഒരിക്കൽ പോലും അവിടെ പോയിട്ടില്ലായിരുന്നു. തേർത്തലി എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോ കണ്ടത് ഒരു ചർച്ച് പണിയാൻ വേണ്ടി ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്നു. ഒരു 3 വരി കട്ട കെട്ടിയിരിക്കുന്നു. തൊട്ടിപ്പുറത്തൊരു ചാർത്ത് പണിത് വെച്ചിട്ടുണ്ട്. അവിടെയുള്ള പാസ്റ്റർ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. കാരണം തന്റെ അന്നൊരു ബിജു പാസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പൊ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ വീട് തൊട്ട് താഴെയായിരുന്നു. അങ്ങനെ അവിടെ താമസിച്ചിട്ടിരുന്നു. ആ വീട്ടിലേക്കാണ് പെങ്ങളും ഞാനും പിതാവും കൂടെ. അന്ന് എന്റെ മാതാവ് കൂടെ ഞങ്ങളുടെ കൂടെയില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്കും പൂഴിമണ്ണ് പോലെ കിടപ്പുണ്ട് താഴെ, പകുതി കെട്ടിയതായ ഒരു ഷെഡ്. ഞങ്ങൾ അതിനകത്ത് 6 മാസം താമസിച്ചു. എന്റെ പിതാവ് ആദ്യം ചെയ്തത് അവിടെ വന്നിട്ട് നേരെ താഴത്തെ ഒരു വീട്ടിൽ ചെന്ന് ഈ തറ മെഴുകാൻ വേണ്ടി ചാണകം വാങ്ങിച്ചുകൊണ്ട് വന്ന് താന് അത് ചൂല് കൊണ്ടടിച്ച് ആ പൊടി ഒതുക്കി. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ താമസം ആരംഭിക്കുന്നത്. പിന്നീട് അവിടെ വെച്ച് തന്നെ പ്രീ ഡിഗ്രി പഠിക്കാൻ വേണ്ടി ഞാൻ കടന്നു പോകുന്നു. വേഗത്തിൽ ഞങ്ങൾ ബാക്കി ചർച്ച് പണി ചെയ്യാന്നുള്ളതായിരുന്നു അവിടുത്തെ ദൗത്യം. ഓരോ ദിവസം രാവിലെ ചർച്ച് പണി ആരംഭിച്ചു. ആദ്യം പഴ്സനേജ് പണിത്. പിന്നെയാണിത്. അവിടെ നിന്നും വെള്ളമില്ല, കുറെ ദൂരത്തിൽ പോകണം വെള്ളം എടുക്കാൻ. അപ്പൊ എന്റെ ദൗത്യമായിരുന്നു കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒരു വലിയ ഡ്രം, ചിലപ്പോൾ ഒരു ഡ്രമ്മോ അല്ലെങ്കിൽ 2 ഡ്രമ്മോ, അത് മുഴുവൻ വെള്ളം കോരി നിറയ്ക്കുക, തലച്ചുമടായിട്ട് താഴെ പോയി എടുത്തോണ്ട് വരണം. അങ്ങനെ പലവട്ടം പോയാൽ മാത്രമേ ഇത് നിറയത്തുള്ളൂ. അങ്ങനെ ഒരു കാലഘട്ടം. ദൈവമാർഗം കടക്കാനല്ല, കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും നിശ്ചയമായും ഒരു പ്രതിഫലമുണ്ട്.
പക്ഷെ ആ കാലഘട്ടം സന്തോഷമായിരുന്നു. അവിടുന്ന് പിന്നെ കുടിയാമലയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് എന്റെ ഡിഗ്രി പഠനം. ആ കാലഘട്ടങ്ങളിൽ ICFF ക്യാമ്പുകൾക്കകത്തൊക്കെ സജ്ജമായി പങ്കെടുക്കുമായിരുന്നു. ആദ്യ ഒരു കാലഘട്ടത്തില് എന്റെ ഒരു ചിന്ത 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ബൈബിൾ സ്കൂളിൽ പോകണമെന്നായിരുന്നു. ഇപ്പൊ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്റെ പിതാവും എന്റെ സഹോദരനും പോയി പിന്നീട് പഠിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ അവിടെ നിന്ന് വരുന്ന അവരോട് കൂടെ നടക്കുകയും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയും അന്വേഷിക്കുകയും അതൊക്കെ വളരെ സന്തോഷമായ കാര്യമായിരുന്നു. പക്ഷെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്റെ അകത്ത് ഇങ്ങനെ ചിന്തയുണ്ടായി. പലരും പറയുന്നു ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പണിയും ചെയ്യാത്ത ആൾക്കാർക്കാണ് സുവിശേഷമല്ല, അങ്ങനെയുള്ള ഒരു സുവിശേഷത്തിലേക്ക് പോകുന്നുള്ളൂ എന്നുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ. അപ്പൊ എന്റെ അകത്ത് ചിന്ത വേണ്ട, അങ്ങനല്ല, എനിക്ക് നന്നായി പഠിക്കണം, പഠിച്ചിട്ട് കർത്താവിന്റെ വിലയ്ക്ക് വേണ്ടി പോകണം, ഇതായിരുന്നു ചിന്ത. അങ്ങനെയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോകുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈസ്കൂളിൽ പോകണം ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് അല്ല, അല്പം കൂടെ പഠിക്കണം ഡിഗ്രിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഞാൻ കുടിയാമല അവിടെ കുടിയാമലത്തിൽ 3 കിലോമീറ്റർ ഒരു മലയാണ്, അത് കയറി ചെന്ന് വേണം കനകുന്ന സ്ഥലം. അവിടെയാണെങ്കിൽ ദിവസം രാവിലെ വൈകിട്ട് ഒരു ബസ്സേ ഉള്ളൂ, പിന്നീട് ജീപ്പ് സർവീസാണ്, അതില്ലെങ്കിൽ നടക്കണം. ഇങ്ങനെ ഈ 3 കിലോമീറ്റർ നടന്ന്, അതല്ലെങ്കിൽ ഈ ജീപ്പിന് വന്നിട്ട് പിന്നീട് ഒരു 35 കിലോമീറ്റർ ബസ്സിന് യാത്ര ചെയ്യണം. KSRTC ബസ്സുകളേ ഉള്ളൂ. തളിപ്പറമ്പില്ല ഞാൻ പഠിക്കുന്നത് ഡിഗ്രി. അങ്ങനെ ഒരു കാലഘട്ടം. ഈ പോകുന്ന വഴിക്കൊക്കെ ഈ പിള്ളേരോടെല്ലാം സുവിശേഷം പറയാൻ വളരെ ഇഷ്ടമായിരുന്നു. അവരോട് പോകുന്ന വഴിയിൽ അപ്പൊ സ്ഥിരം കാണുന്ന മുഖങ്ങളാണ് ആ ബസ്സുകളിലൊക്കെ ഉള്ളത്. വർഷങ്ങളായി പോകുന്ന, ഓഫീസിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും കോളേജിൽ പോകുന്നവരൊക്കെ ആ ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം. അപ്പം പിള്ളേർക്ക് അറിയാം ഞാൻ സുവിശേഷം പറയുന്നതാണ്. ഭയങ്കര ഉത്സാഹമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ ICFF ക്യാമ്പുകളിലൊക്കെ പലപ്പോഴും പല ദൈവദാസന്മാരും വന്നേച്ച് ദൈവീക ശുശ്രൂഷയെ കുറിച്ചും വാഗ്ദത്തങ്ങളെ കുറിച്ചൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഡിഗ്രി തീരുന്ന ഒരു സമയത്ത് ലാസ്റ്റ് ഒരു ക്യാമ്പിനകത്ത് അവിടെ മീറ്റിംഗിന് അവസാനം ആൾട്ടർ കോൾ ഉണ്ട്. 3 കാര്യങ്ങൾ ചോദിച്ചത്. ഫുൾ ടൈം സുവിശേഷ വിലയ്ക്ക് വേണ്ടി സമർപ്പണമുള്ളവർ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റു, കൂടെ കുറച്ച് ആൾക്കാരും. പിന്നീട് ചോദിച്ചു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് പാർട്ട് ടൈം ആയിട്ട് സുവിശേഷ വേല ചെയ്യുവാൻ താല്പര്യമുള്ളവർ, മറ്റൊരു കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി ജോലി ചെയ്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ താല്പര്യമുള്ളവർ, 3rd കാറ്റഗറി. ഇങ്ങനെ 3 വ്യത്യസ്തമായ കാറ്റഗറിയിലുള്ള ആൾക്കാരെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അവസാനം ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരെ മുമ്പോട്ട് വിളിച്ചു. അഭിഷിക്തന്മാർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുന്നു. ഇന്ത്യയുടെ ഒരു മാപ്പ്, അതിനകത്ത് ഹിമാചലിന്റെ പകുതി തൊട്ടും താഴോട്ട് ആന്ധ്രയിലേക്ക് അല്പം നീണ്ടു കിടപ്പുണ്ട്. ഇവിടെ ബ്ലഡ് സ്പ്രെഡ് ചെയ്ത ഒരു കാഴ്ച കണ്ടു. എനിക്ക് നോർത്ത് ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധമില്ല ആ കാലഘട്ടത്തില്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ അകത്ത് ചിന്ത, പണ്ടിങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട് റെയ്നാഡ് ബോങ്കെ ആഫ്രിക്കയെ കുറിച്ചുള്ള ഇതുപോലൊരു മാപ്പിനെ കുറിച്ച് കണ്ടതും ദർശനം കണ്ടതും രക്തം സ്പ്രെഡ് ചെയ്തതും ദൈവത്തിന് ഉപയോഗിച്ചതും. ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ എന്റെ തോന്നലായിരിക്കും അതൊക്കെ, എന്നോ വായിച്ച് കേട്ടതായ ഒരറിവ് മുഖാന്തരം എന്റെ അകത്ത് വന്ന തോന്നലായിരിക്കും. പക്ഷെ എന്റെ അകത്ത് ആ ഒരു കാഴ്ച ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ അതുവരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുകയോ നോർത്ത് ഇന്ത്യയിലുള്ള ആരുമായിട്ട് ബന്ധമുണ്ടാകുകയോ ഇല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് എന്റെ ബ്രദറിന്റെ കല്യാണം നടക്കുന്നത്. എന്റെ ബ്രദറിന്റെ വിശ്വാസത്തിലേക്ക് വരുന്നതും ഞാനൊന്ന് പറയട്ടെ. ഞാനും എന്റെ സഹോദരൻ നല്ല സ്നേഹത്തിലാണ്. പക്ഷെ എന്റെ സഹോദരൻ ഇടയ്ക്ക് വെച്ച് വിശ്വാസത്തിൽ നിന്ന് മാറി താൻ ജോലി ചെയ്യാനും അമ്മാവരുടെ കൂടി, അവരെല്ലാം കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ടില്ല, അങ്ങനെ പോകുന്നു. പിതാവ് ഇങ്ങനെ സ്കൂളിലേക്ക് പോയി, സഹോദരൻ ഇങ്ങനെ മാറിപ്പോയി. പിന്നീട് തന്റെ ലൈഫ് ഒരു വലിയ തലവേദനയായി മാറിയായിരുന്നു. പലപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, കനവക്കൊന്നിരിക്കുന്ന സമയത്ത്, അന്നേരം ഇദ്ദേഹം വിശ്വാസം വന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും, സന്തോഷമാണ്, പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ തന്റെ വഴി വേറെയാണ്. പക്ഷെ പലപ്പോഴും ഇത് പറഞ്ഞിട്ട് 1-2 വാക്ക് പറഞ്ഞ് പിതാവുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. അങ്ങനെ ഒരിക്കല് എന്റെ സഹോദരൻ ഒരു പ്രാവശ്യം വന്നു, പ്രാർത്ഥനയ്ക്ക് ഇരുന്നു. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 1-2 പറഞ്ഞ് എന്റെ സഹോദരനുമായിട്ട് വഴക്കായി വാക്കുകൾ കൊണ്ട്. പിറ്റേ ദിവസം രാവിലെ താൻ വീട് വിട്ടുപോയി. എനിക്ക് ഭയങ്കര വിഷമമായി മാറി. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഉപവസിക്കുന്നത് എന്റെ സഹോദരന് വേണ്ടിയാണ്. 3 ദിവസം. 3-ാം ദിവസം അദ്ദേഹം മടങ്ങി വന്നു. ഒരു ദിവസമാണ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അന്നാണ് ആദ്യമായിട്ട് അദ്ദേഹം കേൾക്കുന്നത്. അതിനു മുമ്പ് എപ്പോ പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ വഴക്കാം, കേൾക്കാൻ നിൽക്കത്തില്ല. ദൈവകൃപയാല് അന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു സ്നാനപ്പെടുവാൻ വേണ്ടി. അങ്ങനെ സ്നാനപ്പെട്ടു, ഹൈസ്കൂളിലേക്ക് പോയി, പഠിച്ചു ഇറങ്ങി.
ഉടനെ സഭ കിട്ടി, ചർച്ചപ്പുള്ള പാസ്റ്റായി മാറി. ഉടൻ തന്നെ വിവാഹം വന്നു. അങ്ങനെയാണ് തന്റെ ലൈഫിനകത്ത് മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ ആ സഹോദരൻ വിവാഹം കഴിഞ്ഞപ്പോഴാണ് എന്റെ പിതാവിന് മുംബൈയിലേക്ക് ഒരു ക്ഷണം വന്നു മിനിസ്ട്രിക്കായിട്ട്. ഞാനും പിതാവിന്റെ കൂടെ പോയി. അങ്ങനെ പലയിടത്തും മിനിസ്ട്രി ചെയ്തു. 2003 ഗാഡ് കോപ്പർ സ്ഫോടനം നടക്കുന്ന ഒരു ദിവസം, ബോംബ് സ്ഫോടനം നടക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ അതിലെ പാസ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പ്, ഏകദേശം അരമണിക്കൂർ മുമ്പ്. പിറ്റേ ദിവസം ബന്ദായിരുന്നു. ആ സമയത്ത് എന്റെ മുമ്പിൽ ഒരു വലിയ ചോദ്യമായിരുന്നു. കർത്താവെ, ഡിഗ്രി കഴിഞ്ഞു, റിസൾട്ട് ആയതിനിടയ്ക്ക് വന്നു, അവിടെ എത്തി പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി, ബികോം ആയിരുന്നു, മുമ്പോട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പഴയ സ്ഥലത്ത് പോകാൻ താല്പര്യമില്ല, വാട്ട് നെക്സ്റ്റ്, അടുത്തതെന്ത് എന്നൊരു ചോദ്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഉപവാസ പ്രാർത്ഥന കഴിയുന്ന സമയത്ത് മഹിളദാൻ ഫെലോഷിപ്പിന്റെ ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു. ഞാൻ നിന്ന വീട്ടിലേക്ക്, ആ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലേക്ക്. എങ്ങനെയാണ് അവിടെ കോൾ എത്തിയത്, എവിടെ നിന്നാണ് അവർക്ക് നമ്പർ കിട്ടിയത് അറിയില്ല. ഞാൻ ഈ ഓഫീസിന്റെ അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നു, എന്നെ അറിയാം. അന്നേ അവർ ചോദിച്ചിരുന്നു, അവിടെ സ്കൂളുണ്ട് ഗുജറാത്തിലെ കിമ്മില്, അവിടേക്ക് ഒന്ന് വിടാമോ, പഠിത്തം നടക്കും, ജോലിയും ചെയ്യാം, മിനിസ്റ്റർ ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എന്റെ പിതാവ് എന്നെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തായതുകൊണ്ടും ജോലിക്ക് പോകണ്ട, കർത്താവിന്റെ വിലയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് വാക്ക് കൊടുക്കാതെ ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ ദൈവത്തിന്റെ ഹിതം അതായിരുന്നു. ഞാൻ ഗുജറാത്തിലേക്ക് 2003 എത്തപ്പെടാനിടയായി തീർന്നു. 3 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ എംകോമും അവിടെ നിന്ന് ചെയ്തു. പല സ്ട്രഗിളിൽ കൂടെ അവിടെ കടന്നുപോയി. ഇടയ്ക്ക് വെച്ച് റൂട്ട് മാറിപ്പോകുന്നോ എന്നൊരു ചിന്ത എന്റെ അകത്തുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാട്ടിലേക്ക് ഞാനൊരു അവധിക്ക് വരുമ്പോൾ എന്റെ മാതാവ് ഒരു പാസ്റ്റിനടുക്കലേക്ക് കടന്നു പോകുന്നു. കാസർഗോഡാണ്. അവിടെ ഒരു മീറ്റിങ്ങിനെടുത്ത് വേറെ ആളോട് പോയതാണ്. ഈ ദേവദാസൻ ദൈവികലകന പ്രവചന ശബ്ദമായി പറയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൊരു വെള്ളിച്ച ഒരു പയ്യനുണ്ട്. എലിയാവിൽ നിന്ന് എലീഷയുടെ മേലേക്ക് പുതപ്പ് വീണപ്പോൾ ലഭിച്ച ഇരട്ടി ശക്തിയെ പോലെ ഒരു ഇരട്ടി അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ദൈവികാലോചന എന്റെ മാതാവിനോട് പറഞ്ഞു. വളരെ സന്തോഷത്തോടെ മാതാവ് വന്നേച്ച് വീട്ടിലേക്ക് കാര്യം പറയുന്നു. ഞങ്ങൾ ആ സമയത്ത് പയ്യന്നൂർ അടുത്താണ് താമസിക്കുന്നത്. എന്നാൽ ഈ പാസ്റ്ററിൽ നിന്ന് കാണണമെന്നൊരു വലിയ ആഗ്രഹം എൻ്റെ അകത്തുണ്ടായി പോകുന്നതിന് മുമ്പ്. കാരണം ഞാൻ വളരെ ഡൗൺ ആയിട്ടാണ് ഞാൻ ഈ 3 വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. കാരണം റൂട്ട് മാറിപ്പോയോ, മിനിസ്ട്രിയിൽ നിന്ന് ജോലിയിലേക്ക് ഇറങ്ങി, അതിന്റെ പ്രാരബ്ധങ്ങളിലേക്ക്. അങ്ങനെ ചോദ്യം, വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യത്തിലാണ് നിൽക്കുമ്പോഴാണ് ഈ ഒരു ദൈവശബ്ദം കേൾക്കുന്നതും ഇദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം വരികയും. അങ്ങനെ ഞാനും എന്റെ സഹോദരനെല്ലാം ചേർന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. പക്ഷെ ഞാൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞാൻ കേട്ടത്. അദ്ദേഹം പറഞ്ഞു, ഒരു 3 വർഷം സമയം തരുന്നു, അതിനുള്ളിൽ വന്നാലായി, വന്നില്ലെങ്കിലായി, നീ അവിടെ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. തിരിച്ചു പോകുമ്പോൾ തീരുമാനമെടുത്തു. 3 വർഷമല്ലേ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് 3 മാസത്തിനുള്ളിൽ അവിടുന്ന് പുറത്തു വരണം. തിരിച്ചു വരുമ്പോൾ എൻ്റെ അകത്ത് ചിന്ത അവിടുന്ന് പുറത്തു വരികയും മിനിസ്ട്രിക്കായിട്ട് ബൈസ്കൂളിൽ പഠിക്കാൻ പോകണം എന്നൊരു ചിന്തയായിരുന്നു. BD പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. ബികോം കഴിഞ്ഞല്ലോ, MCOM കഴിഞ്ഞല്ലോ, അതുകൊണ്ട് BD പഠിക്കാം. NTCയെ കുറിച്ച് കേട്ടു. അപ്പൊ അവിടെയുള്ള ഒരു സാറുണ്ട്, അദ്ദേഹത്തോട് പറഞ്ഞപ്പോ അദ്ദേഹം പറയാന്നൊക്കെ പറഞ്ഞു. അപ്പം മന്ത്ലി ഫീസ് കൊടുക്കണം. എന്റെ പിതാവാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ, കണ്ണൂർ നോർത്ത് മലബാറിലാണ്. സപ്പോർട്ടോ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ഒരു ആന്റി മാത്രം സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ആര് സഹായിക്കും, ആര് സപ്പോർട്ട് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ ഒരു ആന്റിയെ കുറിച്ച്, ജോയ്സ് ലാൽ എന്ന് പറഞ്ഞൊരു ആന്റി അമേരിക്കയിലുണ്ടായിരുന്നു. ഭർത്താമക്കാരായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു, MD. എന്റെ പിതാവിനെ താൻ പല പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട് മിനിസ്ട്രിക്കായിട്ട്. ആ ആന്റിയാണ് എന്റെ ഡിഗ്രി പഠിക്കാൻ വേണ്ടിയുള്ള സഹായം ചെയ്തത്. അപ്പോ ആ ആന്റിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ച് എന്റെ പിതാവ് സഹോദരൻ ജോലിക്കായത് മിനിസ്ട്രിക്കായിട്ട് ഇറങ്ങിയത് കൊണ്ട് ഞാൻ പഠിച്ചൊരു ജോലി സമ്പാദിക്കുകയും എന്റെ പിതാവിനെയും മാതാവിനെയും സംരക്ഷിക്കുകയും വേണം, പിതാവിനെ മാതാവിന്റെ സഹോദരനെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇൻഡയറക്ട്ലി താൻ പറയുവാനിടയിൽ. എന്നാൽ മിനിസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോ ഈ സമയങ്ങളിൽ, അതായത് ഗുജറാത്തിൽ നിന്ന് ഞാൻ മിനിസ്ട്രിക്കായിട്ട് BDക്ക് പോകണം, അത് ഞാൻ ഇൻഫോം ചെയ്തില്ല. ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചണ്ഡീഗഡിൽ നിന്ന് CFIയുടെ ഓർഗനൈസേഷൻ ഒരു കോൾ വരുന്നത്, അല്ലെങ്കിൽ വേറെ ആൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അവിടെ ഒരു അക്കൗണ്ടന്റ് പൊസിഷൻ ഉണ്ട്, അപ്പോൾ തന്നെ അവര് MBAക്കും പഠിപ്പിക്കും, ദെൻ മിനിസ്ട്രിയും ചെയ്യാം, അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് ഒരു പാസ്റ്റർ മാത്യു തോമസ് മുഖാന്തരം ഞാനിങ്ങനെ കണക്ട് ആകുന്നു. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അന്നേ അദ്ദേഹം. 2 ചോദ്യം മുമ്പിൽ വന്നു. ബൈസ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആര് സപ്പോർട്ട് ചെയ്യും, ആര് സഹായിക്കും, ആരും സഹായിക്കാനില്ല, ഇങ്ങോട്ടേക്ക് സ്റ്റെപ്പ് എടുക്കണോ അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് എടുക്കണോ എന്നൊരു ചിന്ത. അപ്പൊ എന്റെ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞു, ഓൾറെഡി നിനക്ക് ഇത്ര പ്രായമായി, ഹൈസ്കൂളിൽ പോയാൽ 4 വർഷം കൂടി എടുക്കും, 4 വർഷത്തെ പഠിത്തമാണ്, അത് കഴിഞ്ഞിട്ട് വേണം നിനക്ക് നിന്റേതായ സ്റ്റെപ്പിലേക്ക് നീ മാറാൻ.
അതിനെക്കാട്ടും ബെറ്റർ ഈ മിനിസ്ട്രിയിലേക്ക് പോയി ഓൾറെഡി നിനക്ക് മിനിസ്ട്രിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാം. സോ ബെറ്റർ ടു ഗോ ദിസ് വേ. അതായിരുന്നു സജഷൻ. ഞാൻ പ്രാർത്ഥിച്ചു. അവസാന കൺഫർമേഷൻ വന്നത് ഈ ചണ്ഡീഗഡിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ 3 വർഷക്കാലത്തെ നോർത്ത് ഇന്ത്യൻ ഗുജറാത്ത് ജീവിതം വിട്ടിട്ട് ചണ്ഡീഗഡിലേക്ക് ഞാൻ അക്കൗണ്ടന്റായി CFAയുടെ അക്കൗണ്ടന്റായി പോകുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തോട് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ ജോലിക്കകത്ത് എന്നെ പെടുത്തരുത്. കാരണം ദൈവത്തിന്റെ വിളി എന്റെ മേലുണ്ട്, മിനിസ്ട്രിക്കായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഞാൻ അവിടെ ചെന്നു. ആ സ്ഥാപനത്തിൽ ചെന്ന അന്ന് തന്നെ ദൈവം ഒരു ദർശനം തന്നു. ആ ദർശനപ്രകാരം എനിക്ക് വന്ന ഓഫറുകൾ നല്ലൊരു എമൗണ്ട് സാലറിയും പഠിത്തവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഞാൻ കണ്ട സ്വപ്നം. പക്ഷെ എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ പദ്ധതിയാണ്. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ പാക്കേജും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആയിരുന്നു. ആ പ്ലാൻ മാറിയിരുന്നു. ഇത് എന്നോട് അറിയിക്കുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടുപോയതുപോലെയായി. പക്ഷേ ആ കണ്ട ദർശന മുഖാന്തരം എനിക്ക് ഉറപ്പുണ്ടായി ഇതൊരു ദൈവിക പദ്ധതിയാണ്. അങ്ങനെ ഞാൻ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞു, വലിയ വർക്കിലോട് എന്റെ ബെല്ലിടരുത്. അവിടെ വേറെയും അക്കൗണ്ട്സ് ഉണ്ട്. എന്തായാലും വലിയ ലോഡ്സുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ CFI മിനിസ്ട്രിയുടെ ട്രസ്റ്റും ഉണ്ട്, സൊസൈറ്റിയും ഉണ്ടായിരുന്നു. ട്രസ്റ്റിന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചിരുന്നു. അതിനെയാണ് ഞാൻ നോക്കേണ്ടത്. അങ്ങനെ ഒരു കാലഘട്ടം. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ആന്റി വന്നു. ജോയ്സ് ലാൽ എന്ന് പറയും, തിരുവല്ലയിലുള്ള. ആ ആന്റി നമ്മളുള്ള വേറൊരു ലീഡർ ഉണ്ട്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് അവിടെ വന്നത്. ഞാൻ പല മീറ്റിങ്ങുകളും അവിടെ ഞങ്ങൾ ഏകദേശം 10-25 യങ്സ്റ്റേഴ്സ് ഉണ്ട് ഓഫീസിനകത്ത്. അവിടെ മീറ്റിങ്ങുകളൊക്കെ വെക്കുമായിരുന്നു. 2006 നവംബറിലാണ് ഈ ജോയ്സ് ലാൽ എന്ന് പറഞ്ഞ ആന്റി തിരുവല്ലയിൽ നിന്ന് ചണ്ഡീഗഡ് വരുന്നത്. തന്റെ ശുശ്രൂഷ, തന്റെ പ്രവചനം അനേകർക്ക് ആശ്വാസമായി. എന്നോട് ദൈവിക ആലോചന താൻ പറയുമായിരുന്നു. ആ കൂട്ടത്തില് എന്റെ മിനിസ്ട്രിയെ കുറിച്ച് താൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇന്ന് ഡൽഹിയിലാണെങ്കിൽ നാളെ നീ ട്രിവാൻഡ്രത്തായിരിക്കും. ദൈവം നിന്നെ ശക്തിയോടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആ കൂട്ടത്തിൽ എന്റെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞു. ലയെ പോലെ ഒരു പെൺകുട്ടിയായിരിക്കും, കണ്ണിന് ശോഭ കുറവായിരിക്കും, എന്നാൽ നിങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകും, എന്നാൽ തന്റെ 34-ാമത്തെ വയസ്സിൽ ദൈവം തന്നെ ഉപയോഗിക്കും എന്നിങ്ങനെയുള്ള കുറെ ആലോചനകൾ അന്ന് ഈ ആന്റി പറയാനിടയായി. ആദ്യത്തെ പറച്ചില് മാർച്ച് മാസം 30-നുള്ളിൽ ദൈവം നിന്നെ പുറത്തിറക്കുമെന്നൊക്കെയാണ്. അപ്പൊ ഞാനും അത് കണ്ട് വന്നത്, കാരണം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. മിനിസ്ട്രിക്ക് ഞാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് വന്ന് കർത്താവിനെ ഉപയോഗിക്കണമേ. പക്ഷേ ഞാൻ ഈ ചണ്ഡീഗഡിലാണെങ്കിലും എനിക്ക് നന്നായിട്ട് ഹിന്ദി അറിയത്തില്ല, നന്നായിട്ട് ഇംഗ്ലീഷും അറിയത്തില്ല, വലിയ ബന്ധങ്ങളുമില്ല. എന്നാൽ എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം. ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി. ഈ ഓഫീസ് അന്തരീക്ഷത്തിനകത്ത് മലയാളം മതി, കാരണം മലയാളികളാണ് കൂടുതലും. അതുകൊണ്ട് ഹിന്ദി പഠിക്കാൻ ഒട്ടും മെനക്കെടുന്നില്ല ഞങ്ങളുടെ അന്തരീക്ഷം. ഞാൻ ഒട്ടും ഹൈസ്കൂളിൽ പോയിട്ടുമില്ല. എന്റെ മുമ്പിൽ കുറെ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ ആന്റി പറഞ്ഞു 31 മാർച്ചിനുള്ളിൽ ദൈവം നിന്നെ പുറത്തെടുക്കും. എന്റെ ചിന്ത ആദ്യം വന്നത്, ഏതെങ്കിലും പാസ്റ്റർമാർ എന്നെ വിളിക്കും, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പോകും, അസിസ്റ്റന്റ് പാസ്റ്ററായിട്ടിരിക്കും, അങ്ങനെ ദൈവം എന്നെ ഉപയോഗിക്കും, ഭാഷയെ പഠിക്കും. ഇതൊക്കെയായിരുന്നു ചിന്ത. പക്ഷെ അങ്ങനെയൊന്നും വഴികൾ തുറക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ മുട്ടിയ വാതിലൊന്നും തുറന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മാർച്ച് മാസം 29-ാം തീയതി എന്റെ അകത്ത് ചോദ്യമുണ്ട്, കർത്താവ് എന്നിട്ട് പറഞ്ഞതാണ് മാർച്ച് മാസം 31-നുള്ളിൽ നീ എന്നെ പുറത്തെടുക്കുമെന്ന്. മറ്റൊരു ആന്റിയെ കാണാനിടയായി. മൊഹാലിലുള്ള ഒരു കുഞ്ഞമാന്റി എന്ന് പറഞ്ഞൊരു പ്രവാചികയായ ആന്റി. ആന്റിയും പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു. ദൈവം ഇതിനെ വേഗത്തിൽ പുറത്തിറക്കും, കാത്തിരിക്കുക. അങ്ങനെ മുമ്പോട്ട് പോയി. മെയ് മാസമായപ്പോൾ വേറെ ദിവസം വന്നു. അദ്ദേഹം പറഞ്ഞത്, ദൈവിക ശുശ്രൂഷ ദൈവം നിന്നെ പണിതുകൊണ്ടിരിക്കുന്നു, ദൈവം നിന്നെ വേഗത്തിൽ പുറത്തെടുക്കും. അങ്ങനെ ഈ സമയത്താണ് 2007 ജൂലൈ മാസം മനോജ് കുഴിക്കാലം എന്ന് പറഞ്ഞ ദൈവദാസൻ, IPSലെ പാസ്റ്ററാണ്, ഇപ്പോഴും കൊല്ലത്തുള്ള അല്ലെങ്കിൽ കൊട്ടാരക്കര പൂയപ്പള്ളിയിലുള്ള ആ പാസ്റ്റർ അവിടെ മിനിസ്ട്രിക്ക് കടന്നു വരുന്നു. ദൈവം തന്നെ കൂടെ സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു. അന്ന് പറഞ്ഞു, ദൈവം തന്നെ പുറത്തിറക്കും, ഡിസംബർ 31 ദൈവം തന്നെ പുറത്തിറക്കും. അങ്ങനെ ഇവരെല്ലാം മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം തന്നെ കണ്ടു, ദൈവം തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവം തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും, ദൈവം തന്നെ പുറത്തിറക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങൾ അനവധി കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ തയ്യാറാണ് അതിന്. പക്ഷെ എന്റെ മുമ്പിൽ വഴിയും തുറക്കുന്നില്ല. ഞാൻ അവരുടെ എല്ലാം ചോദിക്കുന്നത്, ഐ എം റെഡി ഫോർ ദാറ്റ്. എങ്ങനെ, ആരുടെ കൂടെ, എവിടെ, എന്ത് മിനിസ്ട്രി, ഐ ഡോണ്ട് നോ എനിത്തിങ്, ഒന്നും അറിയില്ല. അവർക്കാർക്കും ഇതിനൊരു ഉത്തരം തരാനും കഴിഞ്ഞില്ല. അതിനിടയ്ക്ക് എന്റെ പേരൻസ് ചണ്ഡീഗഡിലേക്ക്, അവർ മുംബൈ മിനിസ്ട്രി കഴിഞ്ഞ് ഡൽഹി വന്ന് അവിടുത്തെ ചണ്ഡീഗഡിലേക്ക് വരുന്നെന്ന് അറിഞ്ഞു. അപ്പൊ അവർക്ക് ഹിന്ദി അറിയത്തില്ലെങ്കിൽ മിനിസ്ട്രിക്കായിട്ട് വരുന്നതാണ്. അപ്പൊ തിരിച്ച് പോകുമ്പോൾ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ അവർക്ക് വേണ്ടി റിട്ടേൺ ടിക്കറ്റ് ഒക്ടോബർ മാസം
ഡിസംബർ 12-ാം തീയതിക്ക് വേണ്ടി ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നവംബർ മാസമായപ്പോൾ ബിന്നി ജോൺ എന്ന് പറഞ്ഞൊരു ദിവാസൻ, കൊട്ടാരക്കര ഒടനാവട്ടത്തുള്ള ആ ദിവാസൻ അവിടെ മിനിസ്ട്രിക്കായിട്ട് ചണ്ഡീഗഡ് വരുന്നു. തന്റെ മിനിസ്ട്രിയുടെ ആദ്യ കാലഘട്ടമാണ്. അപ്പോ ഇവരെല്ലാം വരുമ്പോൾ അവിടുത്തെ മീറ്റിങ്ങുകൾക്കകത്തൊക്കെ ഞാൻ പോയി പങ്കെടുക്കും. അങ്ങനെ ഒരു മീറ്റിങ്ങിനകത്ത് ദൈവാലോചനയായിട്ട് താൻ പറയാനിടയായി തീർന്നു, നീ ഇപ്പോൾ മിനിസ്ട്രിക്ക് വേണ്ടി സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകണം, ഇല്ല എങ്കിൽ എനിക്കിതിനെ വേണ്ട. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നു ആ പ്രവചനം വന്നത്. മിനിസ്ട്രിക്ക് വേണ്ടി നീ പുറത്തിറങ്ങണം, പുറത്തിറങ്ങിയില്ലെങ്കിൽ എനിക്കിതിനെ വേണ്ട, ദൈവത്തിനെ ഉപയോഗിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള ആലോചന. അപ്പൊ എന്റെ മുമ്പിൽ വലിയ ക്വസ്റ്റ്യൻ മാർക്കായി. എന്റെ മുമ്പിലെ ചോദ്യം ഇതാണ്, ഐ എം റെഡി ഫോർ ദാറ്റ്, മിനിസ്ട്രിക്ക് തയ്യാറാണ്, പക്ഷെ എവിടെ, എന്ത് മിനിസ്ട്രി, ആരുടെ കൂടെ, എങ്ങനെയുള്ള മിനിസ്ട്രി, ഐ ഡോണ്ട് നോ എനിത്തിങ്. പക്ഷെ ദൈവത്തോട് ആളതിന് ചോദിച്ചു, അല്ലെങ്കിൽ ദൈവിക ശബ്ദം പോലെ എനിക്ക് കിട്ടിയൊരു വാക്ക്, മോശ കൊട്ടാരത്തിനകത്തിരിക്കുന്നിടത്തോളം കാലം യിത്രോവിന്റെ ഭവനം തുറക്കപ്പെടത്തില്ല, വെളിയിൽ വന്നാലേ യിത്രോവിന്റെ ഭവനം കാണത്തുള്ളൂ എന്നൊരു ചിന്ത അകത്തേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെയുള്ള ജോലി രാജിവെക്കാൻ പോകുന്നു, മിനിസ്ട്രിക്ക് ഇറങ്ങാൻ പോകുന്നു. എന്റെ പിതാവ് ചോദിച്ചു, ഓക്കെ, എന്ത് മിനിസ്ട്രി, എവിടെ, ആരുടെ കൂടെ, ആര് സപ്പോർട്ട് ചെയ്യും? അവസാനം ചോദിച്ചു, ദൈവാത്മാവ് പറഞ്ഞതാണ് എന്ന് ഉറപ്പുണ്ടോ? ഞാൻ പറഞ്ഞു ഉറപ്പുണ്ട്, എന്ന് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ലീഡേഴ്സിനോടും പറഞ്ഞു, ഞാൻ മിനിസ്ട്രി വിടാൻ, ഈ ജോലി വിടാൻ പോകുന്നു. അത് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വർക്ക് ഓറിയന്റഡ് ആണ്. അപ്പൊ അവിടെയുള്ള ലീഡേഴ്സിനോട് പറഞ്ഞു, നീ കാണിക്കുന്ന മണ്ടത്തരമാണ്, നിനക്ക് മിനിസ്ട്രി ചെയ്യാനാണെങ്കിൽ ഓൾറെഡി നമുക്ക് ബ്രാഞ്ചുകൾ എല്ലാ ഇടങ്ങളിലും ഉണ്ട്, നമ്മുടെ മിനിസ്ട്രി എക്സ്പാൻഡ്, എവിടെ വേണമെങ്കിലും പോയി മിനിസ്ട്രി ചെയ്യാം, ഇവിടുന്ന് ഈ ജോലി രാജിവെക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഏതെങ്കിലും മറ്റൊരു ഫീൽഡിലേക്ക് മാറിയാൽ മതി. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ദൈവിക ആലോചന. അവർക്ക് ഡിനൈ ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ ഞാൻ 1 month ബിഫോർ ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു, ഇന്ന ഡേറ്റ് 12-ാം തീയതി ഞാൻ നാട്ടിലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്, ആ ഡേറ്റിൽ നാട്ടിലോട്ട് പോകാൻ വേണ്ടി. കാരണം എനിക്കറിയത്തില്ല എങ്ങോട്ടാ പോകേണ്ടത്, എവിടേക്കാ പോകേണ്ടത്, വഴി മുമ്പിലും തെളിഞ്ഞിട്ടില്ല. പേരൻസ് വരാൻ പോകുന്നു, ഞാൻ അങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തു വന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ 4.5 വർഷത്തെ ജീവിതത്തിന് ശേഷം 2007 ഡിസംബർ 12-ാം തീയതി കേരളത്തിലേക്ക് 14-ാം തീയതിയാണ് എത്തുന്നത്. 2 ദിവസം വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് ഓരോ ദൈവികാലോചന പറഞ്ഞ ദൈവാസന്മാരുടെ അടുക്കലേക്ക് പോയി, പള്ളിയിലേക്ക് പോയി, അവിടെ ഫാസ്റ്റ് പോയി നടക്കുന്നു പറഞ്ഞു. 3 ദിവസം പോയി അവിടെ ഇരുന്നു. 5 ദിവസം പ്രയർ ആയിരുന്നു, 3 ദിവസം പങ്കെടുത്തു. സന്ദേശം പറയാനൊക്കെ, പ്രസംഗിക്കാനൊക്കെ അവസരം തന്നു, അറിയാവുന്നത് പോലെയൊക്കെയുള്ള സന്ദേശം കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫയർ വിങ്സിന്റെ ഒരു മീറ്റിംഗ്, എനിക്കറിയത്തില്ല ഈ ഫയർ വിങ്സ് എന്താണ്. അത് എന്നോട് പറഞ്ഞൊരു മീറ്റിംഗ് ഉണ്ട്, പോകണം എന്ന് പറഞ്ഞിട്ട് ഈ ദിവസന്മാരില്ല. അന്ന് ഞാൻ പുയ്യപ്പള്ളിയിലാണ് നിൽക്കുന്നത്, അവിടെ കുറെ ദിവസന്മാരുണ്ട്. അങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ കൂടിയിട്ടുള്ളൂ, ഫയർ വിങ്സിന്റെ ഒരു മീറ്റിംഗ്. അവിടെ നിന്ന് ഞാൻ പോകുന്നത് ഡിസംബർ 27, 28, 29 എസക്കിൽ ഫ്രാൻസിസിന്റെ ഒരു മീറ്റിംഗ് ആലുവയിൽ വെച്ച് നടന്നു. ആലുവയിൽ വെച്ച് അങ്ങനെ ആ മീറ്റിങ്ങിനകത്ത് ഞാൻ പോയി. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നൊരു സമയമായിരുന്നു ഇതൊക്കെ, ദൈവിക ശക്തിയും ദൈവിക അഭിഷേകവും വെളിപ്പാടുകളും. പക്ഷേ അന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി പോകുന്ന സമയത്ത് എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. തിരിച്ച് ഞാൻ കോഴിക്കോട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്റെ പേരൻസും ഉണ്ട് ആ വണ്ടിയിൽ, അവർ കണ്ണൂരിലേക്ക് പോകുന്നു. ഇരുപത്തി ഞായറാഴ്ചയാണ്. എന്റെ പേഴ്സ് ആദ്യമായിട്ട് പോയി. ആ പേഴ്സിനകത്ത് എന്റെ പൈസ ഉണ്ടായിരുന്നു കുറച്ച്, അതോടൊപ്പം തന്നെ ടിക്കറ്റ്, വേറെ ആൾക്കാർക്ക് വേണ്ടി എടുത്ത് കുറച്ച് ടിക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, റിസർവ് ചെയ്ത്. എന്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, ലൈസൻസ് ഉണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട് എത്തുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്റെ ടിക്കറ്റ് ഇല്ല, പേഴ്സും പോയി, ചീറ്റ് പിടിക്കരുത്. പക്ഷെ രാത്രി ഏകദേശം 1 മണിക്കും 2 മണിക്കും ഇടയ്ക്കാണ്ട സമയം കോഴിക്കോട് ഞാൻ ഇറങ്ങുമ്പോൾ, ആ രാത്രി 2 മണിക്ക് ജീവിതത്തിൽ ആദ്യമായി ചീറ്റി എന്നെ പിടിച്ചു. വിശ്വാസത്തിന്റെ പരിശോധനയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പേഴ്സ് ഇല്ല, എന്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അപ്പൊ ചീറ്റി പറഞ്ഞു, എല്ലാവരും അങ്ങനെയൊക്കെയാ പറയുന്നത്, ടിക്കറ്റ് ഇല്ലെന്ന് പറയുന്നത്. പക്ഷേ ആ ചീറ്റി എന്നെ നോക്കിട്ട് പറഞ്ഞു, പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ഡൗൺ ആയില്ല. എന്റെ അകത്തൊരു ചിന്തയായിരുന്നു, ദൈവദൂതന്മാർ എന്റെ ചുറ്റുമുണ്ട്, അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എന്റെ എന്തെങ്കിലും നഷ്ടമാകണമെങ്കിൽ ഉത്തരവാദികൾ ദൈവദൂതന്മാരാ. കാരണം അവർ എന്റെ പ്രൊട്ടക്ഷനും ചുമതലയുള്ള ആൾക്കാരാണ്. എന്തായാലും അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിക്കുന്നത്. അവിടെ ന്യൂ ലൈഫ് ചർച്ചിൽ അവിടെ ഒരു ഇംഗ്ലീഷ് സർവീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ എനിക്കറിയാവുന്ന, അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ അമൃത്സർ ഞാൻ ഇംഗ്ലീഷ് പ്രസംഗിച്ചിട്ടുണ്ട്. സോറി, ഇത് 2ാം പ്രാവശ്യം. അപ്പോ അറിയാവുന്ന രീതിയിലൊക്കെ അവിടെ പറഞ്ഞു. അതിനുശേഷം വൈകിട്ട് ഞാനൊരു ഇംഗ്ലീഷ് മെസ്സേജ് ട്രാൻസ്ലേഷൻ ചെയ്തു. എനിക്ക് അത്ര ഇംഗ്ലീഷ് അറിയത്തില്ല ആ സമയത്ത്, ബട്ട് ഞാനത് ചെയ്തു. അതിനുശേഷം 29-ാം തീയതി 30-ാം തീയതി 31 ഞാൻ പയ്യന്നൂർ വെച്ചാണ് ഞങ്ങൾ ചെയ്തത്. 2007 2008 2008 എനിക്ക് ലൈസൻസ് ഇല്ലാതെ ഞാൻ എവിടെയും പോകത്തില്ല. എനിക്ക് ലൈസൻസ് എന്റെ കയ്യിൽ വേണം. അപ്പൊ എന്റെ സ്നേഹിതനായ ഷിബുവും കുടുംബവും കാറില് ഗുജറാത്ത് കൂടി ഡൽഹിക്ക് പോകുന്നു, ഞങ്ങൾ അതിലെ വരുന്നു എന്ന് അറിയിച്ചു. ഹസ്ബൻഡ് വൈഫും കുഞ്ഞു പിള്ളേരും 2 പേര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും വരുന്നു. കാരണം ഇവരുടെ
ഈ സിസ്റ്ററിന്റെ ആങ്ങളുടെ കൂടെയായിരുന്നു ഞാൻ ഗുജറാത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്, അവളുടെ അമ്മയുടെ കൂടെ. കാരണം എനിക്ക് ലൈസൻസ് എടുക്കാൻ. അങ്ങനെ ബൈ റോഡ് ഗുജറാത്തിലേക്ക് പോകുന്നു. ഞാൻ ആ വർക്ക് ചെയ്ത പഴയ സ്ഥാപനത്തില്, സ്കൂളില് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പാസ്റ്റർ എല്ലാ ദിവസവും ഈവനിങ്ങിന് മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. ഞാൻ എല്ലാ ദിവസവും പ്രത്യേകിക്കും വൈകുന്നേരങ്ങളിൽ. ഞാൻ എന്റെ സെക്കൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തു. ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഞാൻ അവിടെ ഓഫീസിൽ വിളിച്ചു. അത് പെട്ടെന്ന് കിട്ടി, ആ കാർഡ് കിട്ടി. അത് മേടിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പം ബാങ്ക് ഓഫ് ബറോഡ അവിടെ ഒരു 6 മണി 7 മണിയായി സമയം തുറന്നു കിടക്കുന്നു. നോർമലി 5 മണിയാകുമ്പോൾ അടയ്ക്കുന്നത്, 5:30 ആകുമ്പോൾ. അപ്പൊ ഞാൻ അതിനകത്തേക്ക് കയറി ചെന്നു. അപ്പൊ പണ്ട് ഞാൻ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു. സാമ്പത്തിക ഇടപാടുകളൊക്കെ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്നെ അവർക്ക് അറിയും. എനിക്കത് ഹിന്ദി ഇംഗ്ലീഷും ശരിക്കും അറിയത്തില്ല, ബട്ട് സ്റ്റിൽ ഐ ക്യാൻ മാനേജ്. അവരുടെ ചിന്ത മലയാളികളാണ്, അവർ ഭയങ്കര ഇംഗ്ലീഷ് ആണെന്നൊക്കെയാണ് അവരുടെ ചിന്ത. അവർക്ക് അതുകൊണ്ട് നമുക്ക് ഭയങ്കര റെസ്പെക്ട് നമുക്ക് തരുമായിരുന്നു. നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ ഗുജറാത്തികളാണെങ്കിൽ ചാക്ക് കണക്കിന് പൈസ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് പോലും റെസ്പെക്ട് ഇല്ല, കാരണം അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്. നമ്മൾ മലയാളികളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര ബഹുമാനമാണ്. നമുക്ക് ചായ തരുന്നു, റെസ്പെക്ട് തരുന്നു, അങ്ങനെ എടുത്തു. ഞാനവിടെ ചെന്നപ്പോൾ ഒരു ആന്ധ്രാക്കാരനായ ഒരു ക്ലർക്കുണ്ട്. പുള്ളിക്കാരൻ മാത്രം അവിടെ ഉണ്ട്. ഓഫീസിനകത്ത് വേറെ ആളിരിപ്പുണ്ട്. ഇദ്ദേഹം എന്നെ കണ്ട് ഭയങ്കര സന്തോഷം. കാരണം ഇടയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്നോട് സംസാരിക്കുമായിരുന്നു. നിങ്ങളാണ് ഇവിടുന്ന് പോയ ശേഷം ആദ്യമായിട്ട് തിരിച്ചെത്തുന്ന ആൾക്കാര്. അദ്ദേഹത്തെ അറിയാം, ഞാൻ 1.5 വർഷം മുമ്പ് അവിടെ വിട്ടു പോയ ആളാണ്. അപ്പൊ പറഞ്ഞു, പുതിയൊരു മാനേജർ വന്നിട്ടുണ്ട്, മലയാളിയാന്ന് പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിന്ന് കയറി കാണാം. അപ്പൊ എന്നെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് ആ മലയാളിയായ മാനേജറിന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പൊ ഞാനവിടെ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്ത് പറഞ്ഞു, ഞാൻ പോകുന്ന സമയത്ത് എന്റെ അക്കൗണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു, എന്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് ചോദിച്ചു. നമ്പർ ഓർക്കുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമ്പറില്ല, പാസ്ബുക്ക് അതുമില്ല, ഒന്നുമില്ല, പാസ്ബുക്കും ഇല്ല, നമ്പറും ഇല്ല. പുള്ളി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഞാൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള അക്കൗണ്ട് മുഴുവൻ ആ ബാങ്കിലാണ് സാലറി അക്കൗണ്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് കാരണമായിരിക്കും അദ്ദേഹത്തിന് അറിയാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു പുതിയ പാസ്ബുക്കുമായിട്ട് വന്നു. അതിനകത്തൊരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ എമൗണ്ട് ഏതെന്ന് ചോദിച്ചാൽ, ഞാൻ സ്കൂൾ വിട്ടു പോകുന്ന സമയത്ത് PF ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിരുന്നു. എന്നാൽ എന്റെ ആ ഫോം റിജക്റ്റഡ് ആയി തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇവര് വേറെ കുറെ ആൾക്കാരെ, ടീച്ചേഴ്സ് വിട്ടുപോയവര് അവരുടെയും ഫോം പൂരിപ്പിച്ച് കുറെ ആൾക്കാരുടെ അങ്ങ് ഒരുമിച്ച് അയച്ചു. ആ ടീച്ചേഴ്സിന്റെ എല്ലാം റിജക്ട് ചെയ്തിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വിട്ടു. വലിയ എമൗണ്ട് ഒന്നും കാണത്തില്ല, ചെറുത്. ഞാനതങ്ങ് വിട്ടു. കാരണം ഞാൻ പോകുന്ന സമയത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് PF അവിടെ. പക്ഷെ ഇതെന്റെ PF ഓൾറെഡി അക്സെപ്റ്റഡ് ആയിരുന്നു, എന്റെ എമൗണ്ട് വന്നിരുന്നു. ഇത് ഞാനും അറിഞ്ഞില്ല, ഞാൻ ഉപേക്ഷിച്ചു പോയത്. ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് അല്ലല്ലോ. 2007 8 കാര്യം ഞാനിത് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് എന്റെ ഈ പേഴ്സ് പോയെങ്കിലും അതെനിക്ക് ലാഭമായി തീർന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവിടെ പോകത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു കാര്യം അന്വേഷിക്കത്തില്ലായിരുന്നു. ആർക്കും ഒട്ടും അറിയത്തില്ല, സ്കൂളിലുള്ള ആർക്കും അറിയത്തില്ലായിരുന്നു ഇത് വന്ന കാര്യം. തിരിച്ചു വന്ന സമയത്ത് അതുകൊണ്ട് ഒരു കൺവെൻഷൻ നാട്ടിൽ ചെയ്തു. കൂടാതെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവിടെ തൊട്ട് സാമ്പത്തിക മേഖലകൾക്കകത്ത് എന്തെയും പ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തിരിച്ചു വന്ന സമയത്ത് പൂയപ്പള്ളിയിൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയർ ഇരിക്കുന്നു അറിഞ്ഞു. ഓൾറെഡി 9 ദിവസം കഴിഞ്ഞിരുന്നു. ഞാൻ 9ാം ദിവസം തൊട്ട് ഞാൻ ചെന്ന് ജോയിൻ ചെയ്തു. ആദ്യമായിട്ട് ഉപവസിക്കുന്നത് ഇത്ര ലോങ് ഇരിക്കുന്നത് ആ സമയത്ത്. ഞാൻ ദൈവത്തോട്, അനവധി ദൈവാസന്മാർ കടന്നു വരുന്നു, നല്ല നല്ല ദൈവാസന്മാരോടെ ശുശ്രൂഷിക്കാൻ കടന്നു വരും. ഈ ദൈവാസന്മാർ അടുക്കലെല്ലാം പോകും, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, ദൈവിക ആളുകളെ കേൾക്കും. ഇതായിരുന്നു അത്. അപ്പോ അഭിഷേകത്തിന്റെ പകർച്ച നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നല്ല ശബ്ദം വേണം, നല്ല ശബ്ദം വേണം, ശബ്ദത്തിന്മേലൊരു അഭിഷേകമാണ്. പിന്നീട് പറഞ്ഞതാണ്, കർത്താവ് എനിക്ക് ഭാഷ വേണം. പിന്നീട് ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്കൊരു അക്സെപ്റ്റൻസ് വേണം. ഏത് ഭാഷകളിലേക്ക് ചെന്നാലും എന്നെ അവർ അക്സെപ്റ്റ് ചെയ്യണം. എന്താണ് ചോദിച്ചത്, ദൈവം അത് തന്നു. വചന വെളിപ്പാടുകളിലേക്ക് ദൈവം നയിച്ചു. ആദ്യ സമയങ്ങളിൽ ദൈവം, പിന്നീട് അവിടെ നിന്ന് ഞാൻ വരുന്ന സമയത്താണ് എന്റെ സ്നേഹിതൻ, പണ്ട് ചണ്ഡീഗഡിൽ ഞാൻ പോകാൻ കാരണക്കാരനായ വ്യക്തി, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ റിസൈൻ ചെയ്ത് അദ്ദേഹം തനിയെ മിനിസ്ട്രിക്കായിട്ട് വിജയവാഡയിലേക്ക് വന്നിരുന്നു. അദ്ദേഹം പോകുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന്റെ ലൈഫിൽ സംഭവിച്ചു. പിന്നീട് ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും അതും പ്രാർത്ഥിച്ചു പറഞ്ഞപ്പോൾ അതേപോലെ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അതൊരു വിശ്വാസം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വാ, ഞങ്ങളുടെ അവിടെ ഒരാഴ്ചത്തെ മീറ്റിംഗ് ഞങ്ങൾ ക്രമീകരിക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വിജയവാഡയിലേക്ക് മിനിസ്ട്രിക്ക് പോകുന്നത് മാർച്ച് മാസം 2008. ആ യാത്ര 7 ദിവസം എന്നുള്ളത് അസാധാരണമായ ദൈവപ്രവൃത്തി ആരംഭം കുറിക്കുന്നതായിരുന്നു. 7 ദിവസമുള്ള മീറ്റിംഗ് 20 ദിവസമായി മാറി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ചർച്ച ചെന്നു. അവിടെ ഞാൻ ആദ്യമേ ഇവരുടെ അടുത്തൊക്കെ മലയാളത്തിൽ എല്ലാ ദിവസമാര്, അതായത് ഞാൻ അവിടെ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ലിഫ്റ്റ് കയറി പോകണം. then അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കൂട്ടമായിട്ട് വരികയായിരുന്നു. അവസാനം ലിഫ്റ്റിൽ എഴുതി വെച്ചു, വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇനി ലിഫ്റ്റിൽ കയറാൻ പാടില്ല, ഇവിടെയുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, കാരണം അതുപോലെ ആൾക്കാർ വരാൻ തുടങ്ങി.
വരുന്ന ആൾക്കാർ മുഴുവൻ ആന്ധ്രയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അവരിരിക്കും കണ്ണു പോലും തുറക്കത്തില്ല. ഇന്ന് പ്രാർത്ഥിച്ച് ദൈവം പറ്റുന്ന ആലോചന പറഞ്ഞു. പ്രവചന ശുശ്രൂഷയായിരുന്നു അധികമായിട്ട് ആ സമയങ്ങളിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അനേക ആൾക്കാർ വന്ന് വിടുതൽ പ്രാപിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗ്രാമത്തിൽ ഈ മീറ്റിംഗ് വരുന്നത്. അവിടെ ഒരു പകുതി കെട്ടിയ ഷെഡ്, അത് തന്നെ വാതിലൊന്നും ഇല്ല, പകുതി കട്ട കെട്ടിയതേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ഇംഗ്ലീഷ് പ്രസംഗിച്ചേ പറ്റൂ. കാരണം അവിടെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ആളില്ല. എന്റെ കൂടെയുള്ള ദിവാസിന് തെലുങ്ക് ശരിക്കും അറിയത്തില്ല, അത് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. അപ്പൊ ഇംഗ്ലീഷ് പ്രസംഗിച്ചാൽ ട്രാൻസ്ലേഷൻ ചെയ്യാൻ ആളുണ്ട്, ഇല്ലെങ്കിൽ മലയാളത്തിൽ പറയാൻ പറ്റത്തില്ല. അറിയാവുന്ന മെസ്സേജ് പണ്ട് ഞാൻ പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അപ്പൊ ഞാനിങ്ങനെ മിനിസ്റ്റർ ചെയ്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടുത്തെ പാട്ട് പറയത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോ ആ പാട്ട് പാടുന്നതിനിടയ്ക്ക് ദൈവസാന്നിധ്യം മൂവ് ചെയ്യാൻ തുടങ്ങി. ആൾക്കാരെല്ലാം വീഴാനൊക്കെ തുടങ്ങി. അങ്ങനെ വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരാളിങ്ങനെ കടന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു പുള്ളിക്കാരത്തിയുടെ മേൽ താഴെ വീണിട്ട് ഭയങ്കര ഉരുളുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം തെറിച്ച് ആക്ച്വലി ചർച്ചിന്റെ വെളിയില വാതിൽക്കല നിന്നത്. വെളിയിൽ വീണിട്ട് അവിടുന്ന് അതുപോലെ തന്നെ സ്പ്രിംഗ് അടിക്കുന്നവർ തിരിച്ച് ചർച്ചിനകത്ത് വെച്ച് അവിടെ കിടന്നുള്ളൂ. അപ്പൊ എന്റെ അനുഭവം, എന്റെ പിതാവിന്റെ ശുശ്രൂഷ കണ്ടതുകൊണ്ട് എന്റെ ചിന്ത ഇതായിരുന്നു, ഇതൊരു ഭൂതമായിരിക്കും. ഭൂതമായിരിക്കും എന്നൊരു ചിന്ത എന്റെ അകത്ത് വന്നത് ആദ്യമേ. ഞാൻ ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ ഞാൻ അതിൽ മൂവ് ചെയ്തുകൊണ്ട് വന്നു. അവിടെയുള്ള വികാസത്തമ്മൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു, ചെന്നിട്ടൊന്ന് ശാസിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ചെന്ന് ശാസിക്കാൻ വേണ്ടി ചെല്ലുമ്പോ എന്റെ അകത്ത് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുക, ശാസിക്കരുത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അതെന്താ? ഞാൻ അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു, ഈ പുള്ളിക്കാരത്ത് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചു, പറഞ്ഞു, അവർ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ആത്മാവ് തന്നിൽ മൂവ് ചെയ്തതാണെന്ന്. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് അവിടെ IPC സഭയില് 2 ദിവസം മീറ്റിംഗ് ഗുണതല സഭ ക്രമീകരിച്ചിരുന്നു. ആ സഭയിലേക്ക് ചെന്നപ്പോ പഴയ സീനിയർ ഒരു പാസ്റ്ററാണ്. എന്നോട് ചോദിച്ചു, ബൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. ബൈസ്കൂളിലൊക്കെ പഠിക്കണം. മീശയുടെ കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ, കാരണം പൊതുവെ IPC സഭകളൊക്കെ മീശ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തൊക്കെ സ്ട്രിക്റ്റ് ആണല്ലോ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് മീശ പഠിക്കണം വേണ്ടയോ? നീ എനിക്കൊരു കൺഫർമേഷൻ എന്താ? ഞാൻ തന്നാൽ ഞാൻ പഠിക്കാം. കാരണം കർത്താവിനോട് ഇറങ്ങി തിരിച്ച എന്നെ സംബന്ധിച്ച് മീശയല്ല വിഷയം. പക്ഷെ നീ എനിക്ക് കൺഫർമേഷൻ തരണം. നീ എനിക്ക് തന്നില്ല, ഞാനൊന്നും പഠിച്ചില്ല. ഞാൻ പിന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഇതിന്റെ പേരിൽ ഇനി ആരും എന്നോട് സംസാരിക്കരുത്. അതിനുശേഷം പിന്നീട് ആരും അങ്ങനെ എന്റെ മുമ്പിൽ വന്നിച്ച് ഇത് മാറ്റണമെന്ന് പറഞ്ഞില്ല. ആ 2 ദിവസത്തെ മീറ്റിങ്ങിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൽ വലിയ മൂവ്മെന്റ് ഉണ്ടായി. അനേക ആൾക്കാർ കൃപാവരങ്ങൾ പ്രാപിക്കാൻ തുടങ്ങി. പ്രവചന ശുശ്രൂഷകൾ ശക്തമായി തുറന്നു. അനേകർ വിടുതൽ പ്രാപിച്ചു. ആ 2 ദിവസത്തെ മീറ്റിംഗ് 6 ദിവസമാക്കി മാറ്റി. അങ്ങനെ അവര് വിശാഖപട്ടണത്തും അതുപോലെ ഹൈദരാബാദിലൊക്കെ പഠിക്കുന്ന പിള്ളേരെല്ലാം വിളിച്ചു വരുത്തി ഈ മീറ്റിങ്ങിനായിട്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ്. ആ യാത്ര ഒരു കൺവെൻഷൻ പ്രസംഗിച്ച് തിരിച്ച് ഞാൻ കേരളത്തിൽ എത്തുന്നു. ആ സമയങ്ങളിൽ ഞങ്ങൾ അവിടുന്ന് ചെങ്ങന്നൂരിലേക്ക് ഷിഫ്റ്റ് ആകുന്നു, കൊടുകുഴഞ്ഞിലേക്ക് വരുന്നു. അങ്ങനെ ആ ലൈഫ് ഇതാ മുമ്പോട്ട് പോകുന്നു. അവിടുന്ന് സന്തോഷ് ഡേവിഡ് പാസ്റ്ററിന്റെ ഒരു ക്ലാസ് ആലുവയിൽ വെച്ച് നടക്കുന്നെന്ന് കേട്ടു. ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിച്ചു. അവിടെ പോയി. അദ്ദേഹത്തിന്റെ ക്ലാസ് വലിയ ബ്ലെസ്സിംഗ് ആയി തീർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമ വെളിപ്പാടുകളെ കുറിച്ച് അനവധി ടീച്ചിങ്ങുകൾ അദ്ദേഹത്തിൽ കൂടെ കിട്ടി. ഒരു 30 ഡേയ്സ് ക്ലാസ് ആയിരുന്നു. ഞാൻ 21 ഡേയ്സ് ഇരുന്നുള്ളൂ. 21 ഡേയ്സ് കഴിഞ്ഞ് ഞാൻ മാറി. പക്ഷെ എനിക്കത് വചനത്തിന്റെ ഒരു വലിയ ഡെപ്ത്, ഫ്രം ജെനസിസ് ടു റെവലേഷൻ, ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, ഈ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ, അദ്ദേഹത്തിന്റെ മെസ്സേജ് ശുശ്രൂഷയൊക്കെ പ്രയോജനമായി തീർന്നു. ആ ടീമിൽ നിന്ന് ആ ഒരു ക്ലാസ്സിൽ നിന്ന് എനിക്ക് 2 പേരെ കിട്ടി. ഒന്ന് ഒരു പാസ്റ്റർ രാജിയും, ഒന്നൊരു ജോർജ്, 2 പേര്. ഞങ്ങൾ ഇറങ്ങിയ ശേഷം തീരുമാനമെടുത്തു, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കൂടി ഒന്ന് പോകണം. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു യാത്ര ചെയ്തു. അടുത്ത ഏപ്രിൽ 2008 ഏപ്രിൽ ആണെന്ന്, ഏപ്രിൽ മാസം ജാർഖണ്ഡിലേക്ക്, റാഞ്ചിയിലേക്ക്. അവിടെ നടന്ന കാര്യങ്ങള് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ പണ്ട് ജോസ് ആനത്താൻ എന്ന് പറഞ്ഞ ദൈവാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് കാത്തലിക്സിലായിരിക്കുന്ന സമയത്ത് തന്നെ ധ്യാനങ്ങൾ നടത്തുമായിരുന്നു. അങ്ങനെ അവരുടെ ഒരു ടീം പോയിട്ട്, അദ്ദേഹം ഉണ്ട്, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കോർണർസ്റ്റോൺ ചർച്ചിലെ പാസ്റ്റർ രാജേഷ്, അവരെല്ലാവരും കൂടെ ജാർഖണ്ഡിൽ പോയി ക്ലാസ്സുകൾ നടത്തുമായിരുന്നു. അങ്ങനെ കുറെ ആൾക്കാർ കാത്തലിക്സിൽ നിന്നൊക്കെ ഈ ഒരു വിശ്വാസത്തിലേക്ക് വന്ന് ഒരു ചർച്ചുമായി ചേരാതെ തനിച്ച് നിൽക്കുന്ന യങ്സ്റ്റേഴ്സിന്റെ വലിയ കൂട്ടമുണ്ടായിരുന്നു അവിടെ. അവരുടെ ഇടയിലേക്കാണ് ഈ ജോർജിന്റെ കറപ്പ് ജോർജാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ ചെന്നുള്ള ശുശ്രൂഷകൾ, ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക്. ആ കൂട്ടത്തിനകത്തൊരു പയ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ച് വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. ആ പയ്യന്റെ പെങ്ങളുണ്ട് ഭയങ്കര ആക്റ്റീവായിട്ട്. അപ്പനും അമ്മയൊന്നും വിശ്വാസത്തിലല്ല. ഏതോ പഠിത്തത്തിൽ പരാജയപ്പെട്ടത് മുഖാന്തരമുള്ള നിരാശയിലാണ് താൻ ഇങ്ങനെ ആത്മഹത്യ ശ്രമിച്ചിങ്ങനെ വന്നത്. കാരണം ഈ ഒരു കൂട്ടത്തിന് നാദിനില്ല കളരി പോലെ ഒരു പ്രത്യേക രീതിയിൽ പോവുകയായിരുന്നു ആ സമയത്ത് ആ ഒരു കൂട്ടം. അങ്ങനെ
ഞങ്ങൾ ചെന്ന അന്ന് തൊട്ട് ഓരോരുത്തരും മീറ്റിംഗ് ആണ്. അപ്പോ അവിടെ നമുക്കൊരു ട്രാൻസ്ലേറ്ററെ കിട്ടി. ദൈവകൃപ. അന്ന് CFL പണ്ടുണ്ടായിരുന്നൊരു ഒരു സാജു എന്ന് പറഞ്ഞൊരു ദിവസം അന്ന് അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ട്രാൻസ്ലേറ്റർ ആയിട്ട് അവിടെ വന്നു. അവിടെ കുറച്ച് ചർച്ചകൾ മിനിസ്റ്റർ ചെയ്തു. അങ്ങനെ ഈ സമയത്ത് ഈ കൊച്ചു മരിക്കുന്നു, ഈ പയ്യൻ മരിക്കുന്നു. ഞങ്ങൾ അന്ന് വേറൊരു മീറ്റിംഗ് നടത്തുക. അവിടെയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അടക്കും, അന്ന് തന്നെ അടക്കും. ആ അടക്ക ശുശ്രൂഷയാണ്, ഞങ്ങൾ പോയില്ല അടക്ക ശുശ്രൂഷയ്ക്ക്. ആ മീറ്റിംഗ് ആയിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് വന്നു, അങ്ങോട്ടേക്ക് ഈ ഈ പയ്യന്റെ വീട്ടിലേക്ക് ചെല്ലണമെന്ന്. അവരുടെ പെങ്ങളാണ്, ഈ പയ്യന്റെ പെങ്ങളാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ആൾക്കൂട്ടമാണ് അവിടെ, താഴെയും മുകളിലും ഒക്കെ. കാരണം മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ. അവിടെ ചെന്നപ്പോ ഈ പെങ്ങള് എന്റെ അടുക്ക വന്നിച്ച് പറഞ്ഞു, ഇവിടെ മീറ്റിംഗ് നടത്തണം ഇപ്പോ. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. അവിടെയുള്ള ജനങ്ങള് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പനാണെങ്കിൽ താഴെ ഒരു വല്ലാത്ത സ്റ്റേജിൽ നിൽക്കുന്നു, താഴെ നിൽക്കുന്നു. പക്ഷെ മീറ്റിംഗ് നടത്തണമെന്നായി. അപ്പോ അവസാനം ലാസ്റ്റ് കൂടെയുള്ളവരും പറഞ്ഞു നമുക്ക് നടത്താം. അപ്പൊ എന്നോട് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സജിത് എന്നോട് പറഞ്ഞു, രാജി ട്രാൻസ്ലേഷൻ ചെയ്യാതെ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാം. അവിടെ അവരോട് പാടാൻ പറഞ്ഞു. പാടി നിത്യതയെ കുറിച്ചൊരു സന്ദേശം അവർക്ക് കൈമാറാൻ ഇടയായി. അത് ഭയങ്കര പിടുത്തലായിരുന്നു അവിടെ. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ കൂടെ അവിടെ നിന്ന് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോകുന്നു, ചണ്ഡീഗഡിലേക്ക് പോകുന്നു, അതുപോലെ ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്നു. ഞങ്ങൾ മടങ്ങി വരുന്നു. അതിനുശേഷം തിരിച്ചു വീണ്ടും ഞങ്ങൾ കേരളത്തിൽ വന്ന് അവിടുന്ന് ചെന്നൈയിലാണ് ഈ ജോർജ് താമസിക്കുന്ന സമയത്ത് അതിന്റെ സഹോദരൻ ആന്റണി ഉണ്ട്. അദ്ദേഹമായിരുന്നു പലപ്പോഴും ഞങ്ങൾക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. പലയിടത്തേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ഇടയ്ക്കിടയ്ക്ക് വിജയവാഡ വന്നു പോകുമായിരുന്നു. വീണ്ടും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനിടയായി. അവിടുന്ന് ഞങ്ങള് ആന്ധ്രയിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ജാർഖണ്ഡിലേക്ക് പോകുന്നുണ്ട്. ജാർഖണ്ഡ്, അതുപോലെ ഡൽഹി, ഹിമാചൽ പ്രദേശ്, ചണ്ഡീഗഡ്. അതിനുശേഷം മടങ്ങി വരുന്നു. വീണ്ടും ടീമായിട്ട് ഞങ്ങൾ ആന്ധ്രയിലേക്ക് പോകുന്നു. ഞാൻ പിന്നീട് ഗുജറാത്ത്, മുംബൈയിലെല്ലാം പോകുന്നു. തിരികെ വരുന്നു. വീണ്ടും ഒരു ടീമായിട്ട് സിലിഗുഡിയിലേക്കും നാഗർഘട്ട, അതുപോലെ തന്നെ അവിടെ നിന്ന് നേപ്പാൾ, ആസാമിലേക്ക് ഡിഫു അവിടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. പിന്നീട് ദിമാപൂരിലേക്ക് പോകുന്നു. മടങ്ങി വരുന്നു. നേരെ ഭൂട്ടാൻ ജയഗാവിലേക്ക് പോകുന്നു. അതൊക്കെ ഒത്തിരി ഞാൻ വിശദമാക്കുന്നില്ല. വളരെ നഷ്ടമായി പറഞ്ഞാല് വലിയ ദൈവപ്രവർത്തികൾ കണ്ട, അത്ഭുതങ്ങൾ കണ്ട ഒരു കാലഘട്ടമായിരുന്നത്. അവിടുന്ന് ഭൂട്ടാനിലേക്ക് പോകുന്നു. അവിടെയൊക്കെ ബൈബിളുകളൊക്കെ രഹസ്യമായി കൊണ്ടുവരുന്നത് ചുമന്നു കൊടുക്കാനും, അവിടെയൊക്കെ അന്ന് പ്രവർത്തിക്കുന്ന ബൈബിൾ സ്കൂളുകൾ ഉണ്ടായിരുന്നു, GFAയുടെ. അവിടെയൊക്കെ പോയി ക്ലാസ് എടുക്കാനും, അതുപോലെ ഹോസ്പിറ്റലിലൊന്നും അവിടെ ഒരു മതങ്ങളുമില്ല. ഈ ബുദ്ധമതമല്ലാതെ മോസ്കുകളോ ക്രിസ്ത്യൻ ചർച്ചുകളോ ഹിന്ദു ടെമ്പിൾസോ ഇല്ലാത്തൊരു സ്ഥലമാണ് ഭൂട്ടാൻ. അവിടെ ഞാനൊരു ഒരു വ്യക്തിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവിടെ അങ്ങനെ ആരും വന്ന് പബ്ലിക്കായി പ്രാർത്ഥിക്കാറില്ല. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും തൊട്ടടുത്ത ബെഡിൽ നിന്ന് ഒരു കൊച്ചോടി വന്ന ചെന്നെ പ്രൈസിലോട് പറഞ്ഞു. ഇവർക്കാർക്കും അറിയത്തില്ലായിരുന്നു അവർ ക്രിസ്ത്യാനികളാണെന്ന്. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെയാണ് അവിടുന്ന് ഞാൻ മടങ്ങി വരുന്നു. അങ്ങനെ മടങ്ങി വന്നതിന് ശേഷം വീണ്ടും ഞാൻ അതിലേക്ക് പോയി. അതിനുശേഷം ദൈവം വഴി തുറന്നു. ആദ്യമായിട്ട് സിംഗപ്പൂരിലേക്ക് പോകാൻ ഒരു അവസരം ഉണ്ടായി 2008. അതോടൊപ്പം തന്നെ ശ്രീലങ്ക, സിംഗപ്പൂരൊക്കെ പോയി. അവിടെ വലിയ ദൈവപ്രവർത്തികൾ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് എന്റെ കയ്യിൽ 5000 രൂപ ആയിരുന്നു ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഏഷ്യ 2008 എന്നൊരു മീറ്റിംഗ് ഉണ്ട് 5 ദിവസത്തെ. അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി രീതിയിൽ 17 ദിവസത്തെ വിസയുമായിട്ടാണ് പോകുന്നത്. വിസ ഒരു മാസത്തെയാണ്. 17 ദിവസത്തെ ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റുമായിട്ടാണ് പോകുന്നത്. ബന്ധങ്ങളൊന്നും അധികമില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 5 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എറിക് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തെ കണ്ടുമുട്ടിയ കാര്യം പറയാം. ഞങ്ങൾ അവിടെ ചെന്ന് പല ആൾക്കാരെ കാണുന്നു. ഉച്ചയ്ക്ക് എല്ലാവർക്കും മീൽസ് ഫ്രീ ആയിരുന്നു അവിടെ. അപ്പൊ ആ സമയങ്ങളിൽ പല ആൾക്കാരോട് സംസാരിക്കും. ഇഷ്ടംപോലെ ടേബിൾസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും. തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പൊ ആരെ കണ്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോ അന്ന് എന്റെ ഒരു കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാനിങ്ങനെ കാർഡ് നോക്കിയപ്പോ ഒരു കാർഡ് കണ്ടിട്ട് എനിക്ക് വിളിക്കാൻ പ്രേരണ തോന്നിയിട്ട് ഞാൻ വിളിക്കുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി ചോദിച്ചു, ആരാണ്, നിങ്ങൾ എവിടെയാണ്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. ഓക്കെ, നിയർ ബൈ മെട്രോ സ്റ്റേഷൻ MRT അൻമോക്കി എന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾക്ക് അവിടേക്ക് വരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു സ്നേഹിതനും കൂടെ കൂടി അൻമോക്കിയ MRTയിലേക്ക് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പം ഇദ്ദേഹം ഫോൺ വിളിച്ചു. അറിയത്തില്ല ഇത് ആരാ വരുന്നതെന്ന്, ഓർമ്മയില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹം ഉണ്ടായിരുന്നു ഓൾറെഡി അവിടെ. ഞങ്ങൾ കണ്ടെത്തി. അദ്ദേഹം ഞങ്ങളൊരു കോഫി ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഈ അടുത്ത കാലത്താണ് ഈ സിറ്റി ഹാർവസ്റ്റ് ചർച്ചിലാണ് ഈ പ്രോഗ്രാം 2008 എന്നുള്ളത് എക്സ്പോയിലാണ് നടക്കുന്നത്. അവിടെ ചർച്ചുമുണ്ട്.
എന്നാൽ ഇദ്ദേഹം ജൂറോം വെസ്റ്റിലും കണ്ടായിരുന്നു താമസിക്കുന്നത്. അവിടെ നിന്ന് ഈ അടുത്ത കാലത്താണ് ഇങ്ങോട്ട് വന്നത്. ഈ ചർച്ചിലും റീസെന്റ് ആണ് പോകാൻ ആരംഭിച്ചത്. അദ്ദേഹം അവരുടെ ബൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ജൂറോം വെസ്റ്റിലുണ്ട്. അപ്പോ ഈ മീറ്റിംഗ് വരുന്നപ്പം ഇദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, കർത്താവെ ഞാൻ ഈ മീറ്റിങ്ങിന് പോകണോ? അപ്പൊ അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നീ ഈ മീറ്റിങ്ങിന് പോകണം, ഞാൻ 2 പേരെ അയക്കും, അവർ നിന്നോട് എന്റെ ആലോചന പറയും. അപ്പൊ ഈ ആലോചന കേൾക്കാൻ വേണ്ടിയാണ് ഈ 5 ദിവസത്തെ മീറ്റിംഗിന് ഇദ്ദേഹം വന്ന് പങ്കെടുക്കുന്നത്. ഇദ്ദേഹം പല ആൾക്കാരെ കണ്ടു, പക്ഷെ ഈ 2 പേരെ കണ്ടില്ല. മീറ്റിംഗ് കഴിഞ്ഞു. അദ്ദേഹം ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്, കർത്താവെ നീ എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത് മീറ്റിങ്ങിന്? 2 പേരെ അയക്കാമെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് ആ 2 പേര് എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഫോൺ കോൾ വരുന്നത്. വിളിക്കുമ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്. അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിച്ചാണ് വിളിച്ചത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം കാണുന്നത് ഞങ്ങൾ 2 പേരെയാണ്. കാരണം ഈ ഫുഡ് കഴിക്കുന്ന സമയത്തെങ്ങാണ്ടാണ് ഇദ്ദേഹത്തെ കണ്ടത്. ഓർമ്മയൊന്നുമില്ല. അപ്പൊ ഞാനും എന്റെ സ്നേഹിതനും 2 മാറി മാറിയാണ് അടുപ്പിച്ചായിരുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ വന്ന സമയത്ത് ഞങ്ങൾ 2 പേരാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ 2 പേർ നിങ്ങളാ. ദൈവികാലോചന കേൾക്കാൻ ഞാൻ നിൽക്കുന്നു. അദ്ദേഹത്തോട് ദൈവികാലോചന പറയാനിടയായി. പിന്നീട് അദ്ദേഹമാണ് ഞങ്ങളെ ആ ദേശമെല്ലാം കൊണ്ട് കാണിക്കുന്നതും പിന്നീട് ചെന്ന സമയത്ത് ഒരു 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 അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരുന്നൊക്കെ. അങ്ങനെ ഞാൻ പലവട്ടം അവിടെ പോയി പിന്നീട് കൺവെൻഷൻ പ്രസംഗിക്കാനൊക്കെ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. 5 വട്ടം കണ്ട് ഞാൻ പോയിട്ടുണ്ട് സിംഗപ്പൂരിൽ. പിന്നീട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ആദ്യ കാലഘട്ട ശുശ്രൂഷ. അങ്ങനെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ മാറി മാറി പലവട്ടം പോകുവാൻ പല ഭാഷക്കാരായ ആൾക്കാരുടെ ഇടയിൽ. എന്റെ 2008 അവസാനിക്കുന്നത് ഇവിടുന്ന് തിരിച്ചു വന്ന് ഒഡീസയിലേക്ക് പോയി. ഒഡീസയിലേക്ക് ഓപ്പണിംഗ് ആയി. അവിടെയുള്ള ചില ആൾക്കാർക്ക് ഒരു വിങ് കമാൻഡർ ഉണ്ടായിരുന്നു, പാർത്ത സാഹു എന്ന് പറയും. അദ്ദേഹത്തിന് ഡീമൺ പൊസഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, ദൈവം അദ്ദേഹത്തെ വിടുവിച്ചു. അങ്ങനെയുള്ള അനവധി ആൾക്കാരുടെ വിടുതൽ ശുശ്രൂഷകൾ ആ ദേശത്തൊക്കെ അവിടെയൊക്കെ കാണാനിടയായി. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി പറഞ്ഞത് 2008 നടന്ന മിനിസ്ട്രിയാണ്. 2009 കയറി ദൈവം ആദ്യമായിട്ട് ദുബായിലേക്ക് അയച്ചു. അങ്ങനെ ദൈവം പലയിടങ്ങളിൽ മാറി മാറി കൂടുതലും പോയിക്കൊണ്ടിരുന്നത്, ഫോക്കസ് ചെയ്തിരുന്നത് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രീസ് ആയിരുന്നു. അങ്ങനെ 2009, 10, 11 പലയിടങ്ങളിൽ. അങ്ങനെ ഒഡീസയിലെ ഒരു ബാലേശ്വർ ബാപ്റ്റിസ്റ്റ് ചർച്ചിൽ കൺവെൻഷൻ പോകുന്നു. 2011 ദൈവം അവിടെ ഓപ്പൺ ആക്കി തന്നു. ഇന്നും ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ അവിടെ കടന്നു പോകാനൊക്കെ ഇടയായി തീർന്നു. അവിടെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവനെ ഉപയോഗിച്ചത് ആ പ്രവചന ശുശ്രൂഷയായിരുന്നു. പിന്നെ ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് ദൈവനെ കൊണ്ടുപോയി. പിന്നെ ഇന്നർ ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് ദൈവനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഹീലിംഗ് മിനിസ്ട്രി, അതിനുശേഷം ലാസ്റ്റ് ദൈവനെ കൊണ്ടുവത്തിച്ചത് വചനത്തിലേക്കാണ്. വചനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ മറ്റതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യാൻ തുറന്നതുപോലെ ആയിപ്പോയി. ഞാൻ ഒരിക്കല് നാഗാലാൻഡുകാരായ ആൾക്കാർക്ക് വേണ്ടി ഗ്രേറ്റർ നോയിഡയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവർ എല്ലാ ദിവസവും അവിടെ മീറ്റിംഗ് വിളിച്ചു വിട്ടുമായിരുന്നു. അവിടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട്, നാഗാലാൻഡുകാരെ. അവിടെ ഒരു സ്കൂളുണ്ട് നാഗാലാൻഡ്, ദിമാപൂരില്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാരാ. അദ്ദേഹത്തിന് ക്യാൻസറിന്റെ രോഗമായിരുന്നു. അവരെന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുന്നു. അപ്പൊ ആ സിസ്റ്ററിനോട് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ വചനം നല്ല കാര്യങ്ങളാണ്, പക്ഷെ അതൊരു 20% ആൾക്കാർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു അഭിഷേകമുണ്ട്. അത് ഒരുപക്ഷെ മറ്റുള്ളവർക്കെല്ലാം പ്രയോജനമായി തീരും. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. ഞാനൊരു സമയത്ത് വചനത്തിന്റെ ആ വെളിപ്പാടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്റെ അകത്ത് ചിന്ത, കർത്താവ് ഈ വചനം കേട്ടാൽ മതിയല്ലോ, അത് ഏറ്റെടുത്താൽ മതിയല്ലോ, വിടുതലായല്ലോ. അങ്ങനെ ഒരു തലത്തിലേക്ക് പോയായിരുന്നു. പിന്നീട് ശ്രമിക്കാറുണ്ട് ബാലൻസ് ചെയ്ത് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഛത്തീസ്ഗഡിൽ നിന്ന് ഒരു വിവാഹാലോചന എനിക്ക് വേണ്ടി വരുന്നത്. ഞാൻ ഇവിടെ വന്ന് പെൺകുട്ടിയെ കാണുന്നു, മീറ്റിങ്ങുകൾ നടത്തി. പിന്നീട് കൺഫേം ചെയ്യാന്ന് പറയുന്നു. പിന്നീട് എന്റെ പേരൻസ് എല്ലാം കടന്നു വന്നു. അവർ വന്ന് കൺഫേം ചെയ്യുന്നു. അങ്ങനെയാണ് ആ വിവാഹത്തിലേക്ക് 2011 ഡിസംബർ മാസം ഛത്തീസ്ഗഡിലുകാരിയായ പെൺകുട്ടി, ഇവിടെ ജനിച്ചു കിടന്ന ജെസ്സിയെ ഞാൻ വിവാഹം കഴിക്കുന്നത്. എന്റെ വിവാഹത്തിന് ശേഷം 2012 തൊട്ട് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് താമസം മാറ്റി. എന്റെ വൈഫ് ഒരു ഗവൺമെന്റ് ടീച്ചറും കൂടിയാണ്. ഈ വിവാഹാലോചന വരുന്ന സമയത്ത് ഞാനിവിടെ വന്നപ്പോ എന്റെ വൈഫിന്റെ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. താനൊരു പാസ്റ്ററാണ്. തന്റെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. 1956 കാലഘട്ടം തൊട്ട് ഇവിടെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഇടയ്ക്ക് അദ്ദേഹം സൗദിയിൽ കടന്നുപോയി. സൗദിയിൽ പോയ സമയത്ത് ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങാം. അങ്ങനെയാണ് പിന്നീട് 8 വർഷം അദ്ദേഹം സൗദിയിൽ വർക്ക് ചെയ്തു. മമ്മിക്ക് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി ജോലി കിട്ടി, പ്രൊഫസറായി ഗവൺമെന്റ് കോളേജിൽ. അതിനുശേഷം താൻ അവിടുന്ന് മടങ്ങി വന്നതിന് ശേഷം താൻ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് എടുക്കുകയും താന് ഗ്രാമങ്ങളിൽ കൂടെ പട്ടണത്തിൽ കൂടെ എല്ലാം കടന്നുപോയി യൗവനക്കാരുടെയിലൊക്കെ ഒരു സുശേഷകനായി
കർത്താവിന് വേല ചെയ്യായിരുന്നു. പിന്നീടാണ് 1996 കാലഘട്ടത്തിൽ ഒരു സഭ മിനിസ്ട്രി ആരംഭിക്കുന്നത്. അങ്ങനെ ആ ചർച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ചർച്ചിൽ ഞാൻ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് വന്ന് മിനിസ്ട്രി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തടസ്സമുണ്ടാകുമോ? വൈഫിന് ഒരു ഗവൺമെന്റ് ജോലിയുണ്ട് സ്കൂളിൽ ടീച്ചറായിട്ട്. അത് പ്രാർത്ഥിച്ച് കിട്ടിയതാ, അത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് പണ്ടേ നോർത്ത് ഇന്ത്യയെ കുറിച്ച് ദർശനമുള്ളത് കൊണ്ട് എനിക്കത് വിഷയമായിരുന്നില്ല. ഞാൻ കൂടുതൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയായിരുന്നല്ലോ. എന്നാൽ എനിക്ക് അന്നേരം ഹിന്ദി ശരിക്കും അറിയത്തില്ല. അല്പം യാത്ര ചെയ്യാൻ പറ്റിയ ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് വരുന്നത്. ഞാൻ ഇവിടെ നിന്നുകൊണ്ടും എന്റെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ചർച്ചുണ്ട്, ചർച്ചിനകത്ത് ഞാൻ മിനിസ്റ്റർ ചെയ്യും. എന്നാൽ ഫാദറിൽ ഓൾറെഡി പാസ്റ്ററായിട്ട് അവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ തടസ്സമുണ്ടായിരുന്നില്ല. അങ്ങനെ അനേക ഇടങ്ങളിൽ, അനേക ഭാഷക്കാരുടെ ഇടയിൽ, അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ വചനമായി പോകുവാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആഫ്രിക്കയിലൊക്കെ പോയിട്ടുണ്ട് പലവട്ടം. ഓസ്ട്രേലിയയിൽ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. സിംഗപ്പൂർ 5 വട്ടം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി ആയിക്കൊള്ളട്ടെ, കുവൈറ്റ് ആകട്ടെ, ബഹ്റിനാകട്ടെ, ഒമാനാകട്ടെ, റീസെന്റ് പോകാനിടയായി. അങ്ങനെ പലയിടങ്ങളില് നേപ്പാൾ, ഭൂട്ടാൻ, നേപ്പാളിലൊക്കെ പലവട്ടങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ കർത്താവ് പലയിടങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു യാത്ര ഞാൻ 2020 ആരംഭിച്ചപ്പോ, ഞാന് ജാനുവരി ലാസ്റ്റ് സമയത്ത്, എനിക്കൊന്ന് ജനുവരി 31 ആ സമയങ്ങൾ കണ്ടാണ് ഞാൻ ദുബായിലേക്ക് ഇറങ്ങുന്നത്. ആ സമയം ഞാൻ അവിടെ പോയി 2 ആഴ്ച കൂടുതൽ കൂടി വന്ന 2 ആഴ്ച നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ദുബായ്, ഷാർജ ആ സമയങ്ങൾ 2 ആഴ്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഡിസംബർ മാസം 28-ാം തീയതി ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് ചെയ്തിരുന്നു സീസൺ മാറാൻ പോകുന്നതിനെ കുറിച്ച്. പിന്നീട് ഞാൻ ചെന്നപ്പോ എല്ലാ ചർച്ചകളിലും പ്രസംഗിച്ചത് ഒരേ ഒരു വിഷയമാണ്, സീസൺ മാറാൻ പോകുന്നു എന്നൊരു വിഷയമായിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഒരു വീട്ടിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു. അവിടുത്തെ പാസ്റ്റർ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വരാമോ. അവിടെ 2 ആഴ്ചയായിട്ട് വരുന്നൊരു കുടുംബം ഉണ്ടായിരുന്നു. നേരത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, പിന്മാറിപ്പോയിട്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അവിടെ വരാൻ തുടങ്ങിയിരുന്നു. അവിടെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞ് മരിച്ചുപോയി. അവരെ ദുഃഖത്തിലായിരിക്കുന്നു. ആ കുടുംബത്തിനോട് പ്രാർത്ഥിപ്പാനാണ്, ആ ഹസ്ബൻഡാണ് ചർച്ച വരുന്നില്ല എന്ന് പറഞ്ഞിടേ. ആ കുഞ്ഞ് മരിച്ചുപോയ ശമൂവേൽ എന്നൊരു കുഞ്ഞായിരുന്നു. എനിക്കൊന്ന് 2 മാസം കണ്ടായിരുന്നു ആ കുഞ്ഞിന്റെ ആയുസ്. ആ വീട്ടിലേക്ക് ചെന്നപ്പോ ഞാൻ അവിടെ പ്രസംഗിച്ച വിഷയം ദാവീദിനെ കുറിച്ചായിരുന്നു. ദാവീദ് തന്റെ കുഞ്ഞ് മരിക്കാതിരിക്കാൻ വേണ്ടി ഉപവസിച്ചതും അത് ഭൃത്യന്മാർ കാണുന്നുണ്ട്. അവസാനം കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോ ഈ കാര്യം ദാവീദിനോട് പറയാൻ ഭയപ്പെട്ടതും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് ദാവീദിന് മനസ്സിലായി കുഞ്ഞ് മരിച്ചു എന്ന്. പക്ഷെ ഉടനെ താൻ എഴുന്നേറ്റ് ചെന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് താൻ അങ്ങനെ കംപ്ലീറ്റ്ലി മാറുന്നത് കാണുവാനിടയായി. അതെന്തുകൊണ്ട്? അവൻ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സന്ദേശം പറഞ്ഞ് നിത്യതയെക്കുറിച്ച് അവർ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. അവർക്കത് വലിയ വിടുതലായി. ആ വീട്ടിൽ പലവട്ടം പോകുവാനും അവർക്കൊണ്ട് പ്രാർത്ഥിപ്പാനും ആ യാത്രയിൽ എനിക്കിടയായി. അവിടെ ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 16-ാം തീയതിയാണ്. എന്റെ പേരൻസ് അന്ന് ഇവിടെ ഛത്തീസ്ഗഡിൽ വന്നിരുന്നു. അങ്ങനെ വീണ്ടും മലേഷ്യയിലേക്ക് പോകാൻ വേണ്ടി 3-ാം തീയതി ഞാൻ നിൽക്കുക. മാർച്ച് മാസം 3-ാം തീയതി കോവിഡ് ആരംഭിച്ച സമയമാണ്. പ്രിയമുള്ളവരെ, പോകണ്ട എന്നുള്ള ഒരു ആഹ്വാനം വീട്ടിൽ നിന്നൊക്കെ വന്നിരുന്നു വാസ്തവത്തില്. പക്ഷെ എന്റെ കൂടെ വേറെ ചിലരും വരുന്നുണ്ടായിരുന്നു. ഓൾറെഡി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ഞാൻ കടന്നുപോയി. അപ്പോഴാണ് ലോക്ക്ഡൌൺ, കോവിഡുകൾ സ്പ്രെഡ് ചെയ്തതും ഒത്തിരി വാർത്തകൾ കേൾക്കാൻ തുടങ്ങി. കൂടെയുള്ള ഒരു 12-ാം തീയതി വന്ന് എന്റെ ടിക്കറ്റ് 16-ാം തീയതി ആയിരുന്നു തിരിച്ചിങ്ങോട്ട്. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എന്റെ മോന് 15-ാം തീയതി ഒരു പനി ഉണ്ടായി. എനിക്ക് 2 മക്കളെ ദൈവം തന്നു. ഒരു മോനെ 2013 ദൈവം തന്നു. രണ്ടാമത്തെ കുഞ്ഞ് 2017 വന്നു. ആദ്യത്തെ ഒരു ഗ്ലാഡ്സൺ, രണ്ടാമത്തെ ഒരു ജെയ്ഡ്. ദൈവം തന്ന 2 പിള്ളേരാണ്. ആ ഗ്ലാഡ്സനെ കുറിച്ച് അവന് പനി ഉണ്ടായി. പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് വാസ്തവത്തില് പരാഗരപ്പെട്ട് വന്നപ്പോൾ മനസ്സിലായി ഞാൻ ബാങ്കോക്ക് കൂടിയാണ് വരേണ്ടത്. എന്റെ ഫ്ലൈറ്റ് അങ്ങനെയായിരുന്നു, ബാങ്കോക്ക്, കൊൽക്കട്ട, ദെൻ റായ്പൂർ. എന്നാൽ ആ എയർപോർട്ട് അടച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടത്. പിന്നീട് അവരെനിക്ക് കൊലാലംപൂരിലേക്കുള്ള ഫ്ലൈറ്റ് തന്നു. അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് കൽക്കട്ടയ്ക്ക്. എന്നാൽ കൊലാലംപൂരിൽ ഞാൻ വന്ന് എന്റെ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ കൊലാലംപൂർ എയർപോർട്ടും അടച്ചു. കോവിഡിന്റെ സമയം. ഞാൻ ഇവിടെ കൽക്കട്ടയിൽ ഇറങ്ങി, അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് റായ്പൂരെത്തി. നേരത്തെ യാതൊരു ഇൻസ്ട്രക്ഷനും ഇല്ല, നേരെ വീട്ടിലോട്ടാണ് വന്നത്. വീട്ടിൽ വന്നതിന് ശേഷമാണ് വാർത്തകൾ കേൾക്കുന്നത്. വിദേശത്തു നിന്ന് വന്ന എല്ലാ ആൾക്കാർ റിപ്പോർട്ട് ചെയ്യണം, ക്വാറന്റൈനിൽ പോകണം എന്നുള്ള വാർത്ത. അപ്പൊ ഞാൻ വിളിച്ചു. ഞാൻ ഇതുപോലെ വിദേശത്തായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിയിച്ചു. അവർ പറഞ്ഞു വളരെ നന്ദി, സാധാരണ ഇങ്ങനെ ആരും പറയത്തില്ല. അവർ അന്ന് വൈകിട്ട് ഞാൻ 2 പേരെ അയച്ചു. പിറ്റേ ദിവസം അന്നൊരു ദിവസം താമസിച്ച് അടുത്ത ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. വൈകുന്നേരം പറഞ്ഞു ക്വാറന്റൈനിൽ പോകണം, ഓർഡറാണ്,
അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു 1 hour സമയം എന്താ, ഞാൻ റെഡി ആയിട്ട് നിൽക്കാം. അങ്ങനെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. മോന് പനി ഉണ്ടായിരുന്നു, വലിയ വിഷയമൊന്നുമില്ല, നോർമൽ ആയിട്ടുള്ള പനി. എന്തായാലും ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. ആ ക്വാറന്റൈൻ വെച്ച് അനവധി എനിക്ക് റൂം കിട്ടിയ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലൈവ് മെസ്സേജുകളൊക്കെ കൊടുക്കാൻ റെഡി ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോന്റെ പനി കുറയാതെ വന്നപ്പോൾ അവനെ ഹോസ്പിറ്റലിൽ എത്തുകൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ നോർമലാണ്, കുഴപ്പമില്ല, തിരിച്ചു വന്നു. പക്ഷെ വീണ്ടും പനി കുറയാതെ വന്നപ്പോൾ അവനെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്ത് 104 ഡിഗ്രി പനിയാണ്. വരുമ്പോഴെല്ലാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റേ എടുത്ത് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ന്യൂമോണിയ ഇല്ല, ടൈഫോയിഡോ മലേറിയ ഒന്നും ഇല്ല. അങ്ങനെ അവിടെ വെച്ച് എന്നോട് വിളിച്ചു പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയ ദൈവസാന്നിധ്യം ഞാൻ ഫീൽ ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് കുഞ്ഞ് വേർക്കുന്നു, പനി വിട്ടു മാറുന്നു. വീഡിയോ കോൾ കൂടി ചെയ്യുന്നത്. അന്ന് രാത്രി ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. അന്ന് കുഞ്ഞിന് പനിച്ചില്ല. പിറ്റേ ദിവസം ഞായറാഴ്ച പനിച്ചില്ല, വൈകുന്നേരം പനിച്ചില്ല, തിങ്കളാഴ്ച പനിച്ചില്ല. അപ്പൊ ഓൾറെഡി ഹോസ്പിറ്റലിലൊക്കെ കാലിയായിരുന്നു. ഓൾറെഡി അന്നേരം ലോക്ക്ഡൌൺ ഡിക്ലെയർഡ്, ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പം ഹോസ്പിറ്റലെല്ലാം കാലിയാക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും, മോനെ കൂട്ടിക്കൊണ്ട് വയ്ക്കും, അവനിപ്പോ പനിയില്ലല്ലോ. അങ്ങനെ അവൻ തിരിച്ച് വീട്ടിൽ എത്തി. പക്ഷെ അന്ന് രാത്രി വീണ്ടും അവനെ പനിച്ചു. പിറ്റേ ദിവസം രാവിലെ അന്ന് രാത്രി തന്നെ പനിച്ചിട്ട് രാത്രി ഉറങ്ങിയില്ല. രാവിലെ അപ്പൊ അവൻ തനിയെ എഴുന്നേറ്റിട്ട് വെളിയിൽ വന്നിച്ച് വെളിയിൽ നോക്കിയായിരുന്നു. ഇരുട്ട് വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം വൈഫാണെങ്കിലും രാവിലെയാണ് ഒന്ന് ഉറങ്ങി വന്നത്. അപ്പൊ ഈ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് വൈഫ് എഴുന്നേറ്റത്. നോക്കിയപ്പോ കുഞ്ഞ് വെളിയിൽ വന്നു. അവനെന്താ 7 വയസ്സാ. അവൻ വന്നിച്ചില്ല നോക്കും. മോനെ എന്താ ഇവിടെ നിൽക്കുന്നത് ചോദിച്ചു. പറഞ്ഞു അച്ഛനകരെ എന്നാ അവൻ പറഞ്ഞത്. ഒരു സുഖം തോന്നുന്നു, വാ അല്പം കൂടെ കിടന്നുറങ്ങാം, വീണ്ടും ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. അതവന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ആ വീട്ടില്. അത് കഴിഞ്ഞ് അവനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ പതിവ് പോലെ എല്ലാ ടെസ്റ്റും ചെയ്യുന്നു, നെഗറ്റീവാണ് റിപ്പോർട്ട്സ്. പക്ഷെ അവിടെ വെച്ച് കൺവെൻഷൻ പോലെ വന്നു. ഹാർട്ട് ബീറ്റ്സിനകത്ത് സൗണ്ട് വേരിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു എക്കോ കൊടുക്കണമെന്ന് സജസ്റ്റ് ചെയ്തു. അങ്ങനെ അവന് റായ്പൂരിലേക്ക് റെഫർ ചെയ്തു. റായ്പൂർ ചെന്നപ്പോഴത്തേക്കും പതിവ് പോലെ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോർമലാണ്, ECG ഒക്കെ എടുക്കുന്നത് നോർമലാണ്, ഹാർട്ട് ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ അന്നേരമാണ് എന്റെ ട്രാവൽ ഹിസ്റ്ററി, ഞാൻ വിദേശത്ത് പോയത് അറിയുന്നത്. അപ്പൊ അവർക്കൊരു ഭയമായി, കോവിഡ് ആണ്. ഉടനെ അവർ ആംബുലൻസ് വിളിച്ച് നേരെ എയിംസിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ കുഞ്ഞിനെ എയിംസിൽ എത്തിച്ചു കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ പോയി കോവിഡ് ടെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നീട് മന്ത്രി ഇടപെട്ടിട്ടൊക്കെയാണ് എക്കോ അവിടെ എന്റെ ഫാദറിന്റെ അനുജൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞിട്ടാണ് എക്കോ ഒക്കെ എടുക്കുന്നത്. കാരണം അവിടെ ഹോസ്പിറ്റൽ കാലിയാക്കിയ കുഞ്ഞിന് ഐസൊലേഷൻ ഒക്കെ നടത്തി. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല. ആൾക്കാരൊക്കെയാണ് ദൂരത്ത് നിന്ന് വന്നിട്ടാണ് ഇഞ്ചക്ഷൻ പോലും എടുക്കാൻ പോലും ഭയമായിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അവിടെ കിട്ടിയെന്ന് പറയാം. എന്നെ ആ സമയത്ത് 14 ദിവസത്തേക്ക് വേണ്ടിയാണ് ക്വാറന്റൈൻ ചെയ്തത്. 14 ദിവസം കഴിയുന്ന സമയത്ത് ഒരു വാർത്ത എത്തി, 28 ദിവസമായിട്ട് എക്സ്റ്റൻഷൻ ചെയ്തു. അപ്പൊ എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നില്ല. 29-ാം തീയതിയാണ്. എന്റെ തലേദിവസം എന്നെ കോവിഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിരുന്നു. ദെൻ അത് കഴിഞ്ഞ് 30-ാം തീയതിയായി. കുഞ്ഞ് ആക്റ്റീവായിട്ടാണ്, പക്ഷെ അവന് പനി കുറയുന്നില്ല. അതിന്റെ കാരണം പിടിക്കാൻ കഴിഞ്ഞില്ല. ഏകദേശം 4 പ്രാവശ്യം എക്സ്റേ എടുത്തു, 7 പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ECG എടുത്തു, എക്കോ എടുത്തു, കോവിഡ് ടെസ്റ്റ് ചെയ്തു. അവന് മലേറിയ ഇല്ല, ന്യൂമോണിയ ഇല്ല, ടൈഫോയിഡ് ഇല്ല, ഡെങ്കു ഇല്ല, കോവിഡ് ഇല്ല. TB ആണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇനി ചുരുക്കി പറഞ്ഞാല് 30-ാം തീയതി ആയപ്പോഴത്തേക്കും ഞാൻ അത്ര ഹാപ്പി ആയിരുന്നില്ല അന്നത്തെ ദിവസം. ഞാൻ ചെന്ന സ്ഥലത്ത് നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫുഡിന്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് ഉച്ചയായപ്പോൾ വൈഫ് വിളിച്ചു പറഞ്ഞു, മോനോട് പ്രാർത്ഥിക്കണം, അവനല്പം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൈഫ് ഡോക്ടേഴ്സിനെ വിളിക്കാൻ പോയി. കൺവെൻഷൻ പോലെ വന്നവന് ഡോക്ടർമാർ വരാൻ സമയമെടുത്തു, വന്നു. അവർ നോക്കി നിൽക്കുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാല് എന്റെ സ്നേഹിതനായ ഡോക്ടർ വന്നിട്ട് അതിനകത്ത് വന്ന് കയറി. അദ്ദേഹം എന്നെ വിളിക്കുന്നു, വൈഫിനോട് വെളിയിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ മോനോട് പ്രാർത്ഥിക്കണം, അല്പം ക്രിട്ടിക്കലാന്ന് പറഞ്ഞു. സ്മരണം എന്ന് പറഞ്ഞ ഡോക്ടറാണ് അദ്ദേഹം. 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു, യുവർ സൺ ഈസ് നോർമൽ. ഒരിക്കലും പ്രതീക്ഷിച്ചതായോ അല്ലെങ്കിൽ മോൻ അങ്ങനെ സംഭവിക്കുമെന്നോ അങ്ങനെ ഒരു ചിന്ത പോലും വരാൻ അനുവദിച്ചിട്ടില്ലെന്ന് പറയാം. അതായിരിക്കും യാഥാർത്ഥ്യം. കാരണം അതൊരു ദൈവിക, ഒരു ഡിവൈൻ ചൈൽഡ് ആയിരുന്നു. കള്ളം പറയാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട്. ഒരു വലിയ ഷോക്കായിരുന്നു. എന്റെ വൈഫ് അറിയുന്നതിനേക്കാൾ മുമ്പ് ക്വാറന്റൈനിൽ നിന്ന് ഞാൻ അറിഞ്ഞു എന്റെ മോൻ പോയ കാര്യം. ഞാൻ ഉടനെ അധികാരോട് പറഞ്ഞു, എനിക്ക് പോകണം, ക്വാറന്റൈനിൽ കിടക്കുന്ന എനിക്ക്, നിങ്ങൾക്കറിയാമല്ലോ, പോകുന്നത് ഈസി അല്ല. പക്ഷെ കളക്ടറാണ്ടൊക്കെ ഇടപെട്ടു. 1 മണിക്കൂർ കഴിഞ്ഞ് പെർമിഷൻ കിട്ടി വീട്ടിലോട്ട് വരാൻ വേണ്ടി. അവരെന്നെ കൊണ്ട് വീട്ടിൽ വിട്ടു. ഞാൻ വന്നതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് ഇവരെത്തുന്നത്. പ്ലാസ്റ്റിക് പൊതിഞ്ഞാ തന്നത്. ഒരു ഇൻസ്ട്രക്ഷനും തന്നിരുന്നില്ല. ഞാൻ ചെന്ന് അവിടെ നിന്ന് ആംബുലൻസിൽ നിന്ന് കുഞ്ഞിന്റെ ബോഡി എടുത്തുകൊണ്ട് മോളിൽ കൊണ്ട് കിടത്തി സോഫയിൽ. എന്റെ ഇന്നസെന്റ് വീട്ടിലായിരുന്നു അവിടെ.
എന്റെ പേരൻസ് ഒക്കെ ആ സമയത്തുണ്ട് അവിടെ. കോവിഡ് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല. എന്നിട്ടും കുറച്ച് പേര് അവിടെ ഓടിക്കൂടി. അങ്ങനെ നിൽക്കുക. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ അകത്ത് ഭയങ്കര വിശ്വാസമായിരുന്നു. ലാസനെ ഉയർപ്പിച്ച കർത്താവിന്, 12 വയസ്സുള്ള ബാലിക ഉയർപ്പിച്ച കർത്താവിന് എന്റെ കുഞ്ഞിനെയും ഉയർപ്പിക്കാൻ കഴിയും. അവനെ കൊണ്ട് അവിടെ കിടത്തിയപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന പോലെ നല്ല സൗന്ദര്യമുള്ള ഒരു കുഞ്ഞായിരുന്നു. അനേക ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ലോക്ക്ഡൌൺ ആയിട്ട് പോലും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈ വാർത്ത ഓൺലൈനിൽ സ്പ്രെഡായി. അവർ പലയിടങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അവരും പ്രാർത്ഥിക്കുന്നു. ഞാനൊരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ ഈശോയോട് സംസാരിക്കും, കർത്താവേ, അവൻ പോകേണ്ട സമയമായില്ല, അവനോട് ഇനി ജീവിക്കണം. നിനക്ക് അവനെ മടക്കി തരാൻ പറ്റും. നീ അവനെ മടക്കിത്ത. ഇനി അവനോട് എനിക്ക് ജീവിക്കണം. ഞാനിത് എന്റെ ഈശോയോട് പറയുക. ഞാൻ എന്റെ മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉറങ്ങി കിടക്കുന്ന പോലെയാണ്. ഞാൻ അവനോടും ഇത് പറയുക. എനിക്കറിയാം അവന്റെ ശരീരത്തിൽ ജീവനില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവന് കേൾക്കാൻ പറ്റുമെന്നൊരു ചിന്ത എന്റെ അകത്തുണ്ടായി. ഞാൻ അവനോടും, ഞാൻ ഈശോയോട് പറഞ്ഞ അതേ കാര്യം പറഞ്ഞു, മോനെ, നീ പോകേണ്ട സമയമായിട്ടില്ല, നിന്റെ കൂടെ നീ ജീവിക്കണം, നീ മടങ്ങി വാ, നിനക്ക് മടങ്ങി വരാൻ പറ്റും, കം ബാക്ക്. ഇത് ഞാൻ എന്റെ മോനോടും പറഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം പറഞ്ഞു, നമുക്ക് അധിക നേരം ഇങ്ങനെ ഈ ബോഡി വെക്കാൻ പറ്റത്തില്ല, മൊബൈൽ മോർച്ചറി വെക്കണം. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ തന്നെ YMC കൊണ്ട് മേടിച്ചു വെച്ച മൊബൈൽ മോർച്ചറി ഉണ്ട്. അത് താഴെ ആരോ ക്രമീകരിച്ചു വെച്ചിരുന്നു. ഞാൻ ഈ മോനെ എടുത്തുകൊണ്ട് വന്ന് ഈ മൊബൈൽ മോർച്ചറിൽ കിടത്തി. അടച്ചു കഴിയുമ്പോൾ പതിയെ ആ തണുപ്പരിച്ചു കയറുന്നത് കാണാൻ കഴിയുന്നു. ഞാൻ ഇതേ അടുത്ത് തന്നെ കസരയിട്ട് ഇതേ കാര്യം വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവെ, നിനക്ക് അവനെ മടക്കിത്തരാൻ കഴിയും, നീ അവനെ മടക്കിത്ത, അവനോട് ഇനി ജീവിക്കണം. ഇതേ കാര്യം ഞാൻ മോനോട് പറഞ്ഞു, മോനെ, നീ മടങ്ങി വാ, നിന്നോട് ഇനി ജീവിക്കണം, നിനക്ക് മടങ്ങി വരാൻ കഴിയും, മടങ്ങി വാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ടോ കുഞ്ഞിന്റെ കണ്ണ് തുറക്കുന്നുണ്ടോ, അവൻ ജീവനിലേക്ക് മടങ്ങി വരുന്നുണ്ടോ എന്ന്. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണ് തുറന്നായിരിക്കുന്നത് അവനെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം കാണുക. എന്റെ കണ്ണ് തുറന്നിരിക്കുക. ഞാൻ ആ ദർശനത്തിൽ കാണുന്നത് 2 പേരെ കാണുക. ഭയങ്കര ഹൈറ്റ് ആണ് അവർക്ക്. പക്ഷെ അവർ പുറംതിരിഞ്ഞ് നിൽക്കുക. എനിക്കവരുടെ മുഖം ഒന്നും കാണാൻ കഴിയുന്നില്ല. അവരുടെ പുറംതിരിഞ്ഞ് പുറകിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത്. അവർക്ക് നടുക്ക് സ്റ്റെപ്പുകൾ പോലെ കാണുന്നു. അതിന്റെ മുമ്പിൽ എന്റെ മോനും അവനും പുറംതിരിഞ്ഞിരിക്കുക. 3 പേരും പുറംതിരിഞ്ഞിരിക്കുക. ഞാനിങ്ങനെ ഇത് കാണുമ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് മോൻ മാത്രം എന്നിലേക്ക് തിരിയുക. അവന്റെ മുഖം ഞാൻ കാണുക. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, ഭയങ്കര ചിരിച്ചുകൊണ്ട്, ഹാപ്പി ആയിട്ട് അവൻ പറയുന്നു, പപ്പ മേ ഖുഷ് ഹൂം, മീശക്ക് സജാ രഹാ, പപ്പ സാനെ नहीं चाहता हूं, മമ്മി और ബേബി को देखना. അവൻ പറയുന്നു, ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഈശ്വരനോട് പോകുകയാണ്, ഇനി മടങ്ങി വരാൻ ആശ്രയിക്കുന്നില്ല, മമ്മിയെയും ബേബിയെയും നോക്കണം. ഇളയ കുഞ്ഞാൻ തന്നെ 2.5 വയസ്സേ ഉള്ളൂ, 2.5 വയസ്സേ ഉള്ളൂ, നോക്കണമെന്ന് പറയുന്നു. 2 വട്ടമാണ് ഈ ഒരു കാഴ്ച എന്റെ കൺമുമ്പിൽ കൂടെ കടന്നു വരുന്നത്. പെട്ടെന്ന് അതങ്ങ് ഡിസപ്പിയർ ആകുക. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല ഞാൻ ആ സമയത്ത്. അവൻ പോകുന്നു എന്നുള്ള വാർത്ത എന്നെ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ നേരെ തിരിച്ചു പറയുകയാണ്, അവൻ വരുന്നില്ല, ഞാൻ പോവുകയാണ്. ഞാൻ ഉടനെ യേശുവോട് പറഞ്ഞത്, ഇപ്പോൾ അധികാരത്തോടെ, ആസ് എ ഫാദർ, അധികാരത്തോടെ പറയാം, കർത്താവേ, ഇപ്പോൾ എനിക്ക് അവനെ മടക്കി തരണം, നീ അവനെ മടക്കി തന്നേ പറ്റൂ, അവനോട് ഇനി ജീവിക്കണം. വാക്കുകൾ ഒന്നാണ്, പക്ഷെ ടോണിൽ മാറ്റമുണ്ടായി. അവനോട് ഇനി ജീവിക്കണം, നിനക്ക് അവനെ മടക്കി തരാൻ കഴിയും, നീ അവനെ മടക്കിത്താ എന്ന് ഞാനിങ്ങനെ കർത്താവിനോട് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക. ഇത് സ്വപ്നമല്ല കേട്ടോ, ഡയറക്ട്ലി. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ അകത്ത്, ഇത് സ്വപ്നമോ ദർശനമല്ല, ഒരു ശബ്ദം ഞാൻ ഫീൽ ചെയ്യുക എന്റെ അകത്ത് തന്നെ. അവനെ മടങ്ങി വരുവാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അവനെ മടക്കി അയക്കാമായിരുന്നു. ചോയ്സ് എന്റേതായിരുന്നില്ല, ചോയ്സ് അവൻ്റെതായിരുന്നു. രക്ഷ വ്യക്തിപരം എന്നതുപോലെ തന്നെ അങ്ങോട്ട് പോകാനുള്ളതും ചോയ്സ് അവൻ്റെതായിരുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ 3 ദിവസം കരഞ്ഞു. ഞാൻ 3-ാം ദിവസം ലൈവായിട്ട് ഈ സാക്ഷ്യം വന്ന് ഭാര്യയുമായി വന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട് ഇപ്പോഴും ആ സാക്ഷ്യം. ഞങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞിരുന്നു 3-ാം ദിവസം കുഞ്ഞു മരിച്ചിട്ട്. ആ സമയങ്ങളിൽ ലോക്ക്ഡൌൺ ആരംഭിച്ചു, മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. അനേക ആൾക്കാർ ഭയത്തിലായിരുന്നൊരു സമയമായിരുന്നു അത്. ആ സമയത്താണ് ഇവന്റെ സാക്ഷ്യം വരുന്നത്. തുടക്കത്തിൽ തന്നെ അനേക ആൾക്കാർക്ക് അത് ആശ്വാസമായി, അനുഗ്രഹമായി.
ഒത്തിരി ആൾക്കാർ, ഒത്തിരി ദൈവാസന്മാർ ഞങ്ങളെ വിളിച്ചു ആശ്വസിപ്പിക്കാൻ വേണ്ടി, ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഒരു ദിവസം ഒരു മെസ്സേജ് അയച്ചു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് അധികം ഒന്നും പറയാനില്ല, ഞാനൊരു വാക്യം തരാം. ആ വാക്യം ലൂക്കോസ് സുവിശേഷം 20-ാം അധ്യായം 37-ാം വാക്യമായിരുന്നു. ദൈവമോ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവം അത്രേ. അവരെല്ലാവരും ജീവിച്ചിരിക്കുന്നല്ലോ. ഓൾ ആർ സ്റ്റിൽ അലൈവ് ബിഫോർ ഹിം. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഓൾ ആർ സ്റ്റിൽ അലൈവ്. അപ്പൊ ആ ഒരു വചനമാണ് നിത്യത വലിയ വെളിപ്പാടിലേക്ക് ദൈവനെ നയിച്ചത്. ഈ ഭൂമിയിൽ ഇന്ന് വരെ ജനിച്ച് മരിച്ചു എന്ന് വിചാരിക്കുന്ന സകലരും കർത്താവിന്റെ സന്നിധിയിൽ സ്റ്റിൽ അലൈവ് ആണ്, ജീവനോടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ മകന് മരിച്ചിട്ടില്ല, അവരും ജീവനോടെ. അപ്പോൾ മരണം എന്താണ്? മരണത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് എന്താണ്? ദൈവം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? നിത്യതയെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അനേക ചില സന്ദേശങ്ങൾ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. വെളിപ്പാടുകൾ ദൈവം കൈമാറി, അത് വലിയ സന്തോഷമായി മാറി. ഇന്നൊരു വലിയ പ്രത്യാശയോടെ സന്തോഷത്തോടെ ഞാൻ നിൽക്കുന്നത്. കാരണം എന്റെ മൂത്ത മോനെ കുറിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. He's safe. He's still alive. അതിന് കാരണം 7 വയസ്സാണോ 70 വയസ്സ് വരെയാണോ ജീവിച്ചത്, ഇതിനല്ല അർത്ഥം, എവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു മകനെ നമ്മൾ പഠിപ്പിച്ച് ഡോക്ടറാക്കുമ്പോൾ, എഞ്ചിനീയർ ആക്കുമ്പോൾ ഒരു മാതാപിതാക്കന്മാരുടെ നിലവാരത്തിൽ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. പക്ഷെ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ആ വ്യക്തിയുടെ കുടുംബജീവിതം ശരിയാകുമെന്ന്? ഈ ഭൂമിയിലെ ജീവിതത്തിനൊക്കെ പരിമിതികളുണ്ട്. പക്ഷെ നമ്മളെല്ലാം നിത്യതയ്ക്കുള്ള യാത്രയിലായിരുന്നു. പക്ഷെ എനിക്ക് മുമ്പേ അവൻ ഓടിക്കേറി. ഞാൻ ഇപ്പോഴും ഓൺ ദ വേയിൽ എത്തിയിട്ടില്ല. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, എന്നെ പിടിച്ചവനെ പിടിക്കുമെന്ന് വിചാരിച്ച് ഞാനും ഓടുന്നതേ ഉള്ളൂ ലാക്കിലേക്ക്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിപ്പോഴും ഓട്ടത്തിലാണ്, എന്നാലും എന്റെ മകൻ എത്തി. സോ അവൻ അവിടെ എത്തി എന്നുള്ളത് അനേക ആൾക്കാരിൽ കൂടെ പിന്നീട് ഞാൻ കൺഫർമേഷൻ ചെയ്തു. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളെ അറിയാത്ത, ഞങ്ങളോട് യാതൊരു ബന്ധമില്ലാത്ത അനേക ആൾക്കാർക്ക് ഡിവൈൻ ഇന്റർവെൻഷൻസ്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ വിസിറ്റേഷൻ ഉണ്ടായി. അങ്ങനെ ഒരു സിസ്റ്ററാണ് ചന്ദ്രലേഖ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ. എനിക്കറിയത്തില്ല, അവരൊരു മീറ്റിങ്ങിന് വേണ്ടി എന്നെ വിളിച്ചതാണ്. ഞാൻ അതിന് ഡേറ്റ് കൊടുത്തു. ആ റായ്പൂരിലുള്ള ഒരു സിസ്റ്റർ ബിനു എന്ന് പറഞ്ഞ സിസ്റ്റർ മുഖാന്തരമാണ് ആ മീറ്റിംഗ് എന്റെയിലേക്ക് വരുന്നത്. ആ സിസ്റ്റർ പിന്നീട് പറഞ്ഞു, എനിക്ക് ഡേറ്റ് തരുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടായി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതും അവരെ പലയിടങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിരുന്നു. അവിടെ ഒരു കുട്ടി മാത്രം തനിച്ച് സ്റ്റെപ്പുകൾ കയറി കളിക്കുന്നു. ദൂതൻ ഈ സിസ്റ്ററെ ആ കുഞ്ഞിന്റെ ഇടയ്ക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു, ഈ കുഞ്ഞ് ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അറിയത്തില്ല. അപ്പൊ ദൂതൻ പറയുന്നു, ഇത് ഇനി പ്രസംഗിക്കാൻ പറ്റും ദൈവാസന്റെ കുഞ്ഞ്, അവനെ ഞങ്ങൾക്ക് മടക്കിക്കാൻ താല്പര്യമായിരുന്നു, അവന് പോകാൻ മനസ്സില്ലായിരുന്നുവെന്ന്. ആ സിസ്റ്റർ പിന്നീട് ആ സാക്ഷ്യം ഈ മിനിസിസ്റ്റർ മുഖാന്തരം എനിക്ക് ഞാൻ കേൾക്കുകയും, പിന്നീട് മീറ്റിംഗിന് ശേഷം എന്റെ സന്ദേശം കേട്ട് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കുഞ്ഞ് മടങ്ങി വരാൻ താല്പര്യപ്പെടാഞ്ഞതെന്ന്. പിന്നീട് വേറൊരു സിസ്റ്റർ ഒരു ഓഗസ്റ്റ് മാസം ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നു മെസ്സഞ്ചറിനകത്ത്. ആ സിസ്റ്റർ ഈ കുഞ്ഞ് മരിച്ചതിന്റെ അടുത്ത ദിവസം ഒരു സ്വപ്നം കണ്ടു, ദർശനം കണ്ടു. അതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഫാമിലി വിസിറ്റേഷൻ ഉണ്ടായിട്ട് ഈ കുഞ്ഞിനെ കാണിച്ചു കൊടുത്തതിനെ കുറിച്ച്. എന്നാൽ ഞങ്ങളുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടും പറയാൻ ഭയമായതുകൊണ്ടും പറഞ്ഞിരുന്നില്ല. എന്നാൽ സെയിം ദർശനം വീണ്ടും ഓഗസ്റ്റിൽ കാണിച്ചത് കൊണ്ടാണ് താൻ വീണ്ടും മെസ്സേജ് അയച്ചത്. അങ്ങനെ പല ആൾക്കാരിൽ കൂടെ ഈ ഞങ്ങളുടെ മകൻ എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യം ദൈവം നൽകി തന്നു. പ്രിയമുള്ളവരെ, ഈസ് ഇൻ പാരഡൈസ് നൗ. എന്നാൽ ഒരു നാൾ കർത്താവ് വരുമ്പോൾ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ശേഷം ജീവനൊടിക്കുന്ന ഒരു രൂപാന്തരപ്പെടുന്ന വചനം പറയുന്നു. നമുക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം ഇങ്ങനെ പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കത്തില്ല. മരണമില്ലാത്തൊരു ജീവിതമാണ് വാസ്തവത്തിൽ നമുക്കുള്ളത്. മരണം കേവലം ശരീരത്തിൽ നിന്ന് വേർപെടൽ മാത്രമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും മരിച്ചവരുടെ വേർപാട് മുഖാന്തരം വേദനയിലായിരിക്കുന്നെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ഭാരപ്പെടേണ്ട. ക്രിസ്തുവിലാണെങ്കിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. നിങ്ങളും അവിടെ എത്തിച്ചേരുവാൻ വേണ്ടി ഓടിയാൽ മതി. അവരെക്കുറിച്ചല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ചാണ് കരയേണ്ടത്. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയാണ് കരയേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ കാഴ്ചപ്പാട് പ്രകാരമാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. നമ്മൾ ഇവിടെ അവരെ സക്സസ് ആക്കാൻ വേണ്ടിയുള്ള നേട്ടോട്ടത്തില്ല. അതിനുവേണ്ടി ഇത്രമാത്രം പണം ചെലവഴിക്കുന്നു, സമയങ്ങൾ ചെലവഴിക്കുന്നു.
അത് മുഖാന്തരം എത്ര ടെൻഷനാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. എന്താ കുഞ്ഞിനെ ഈ ഭൂമിയിൽ സക്സസ് ആക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ. പക്ഷേ അവന് നിത്യത സേഫ് അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം എല്ലാം വൃഥാവായി പോകും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ നോഹയെ പോലെ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒട്ടകത്തെ പണിതു എന്ന് വചനം പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തെ രക്ഷിപ്പാൻ, തലമുറകളെ രക്ഷിപ്പാൻ, നിത്യതര കാഴ്ചപ്പാടിൽ ഈ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. അത് അനവധി ആൾക്കാർക്ക്, തലമുറകൾക്ക് പ്രയോജനകരമായി തീരും. പ്രിയമുള്ളവരെ, കുഞ്ഞിന്റെ ആ മരണം നിത്യതയുടെ വലിയ കാഴ്ചപ്പാട് തന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. പണ്ട് ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു ഒരു സിസ്റ്റർ മുഖാന്തരം എന്റെ വൈഫിന് 34 വയസ്സ് തൊട്ട് ഉപയോഗിക്കുമെന്ന്. അപ്പൊ ഞാനിത് എന്റെ ഭാര്യയോട് എപ്പോഴും പറയുമായിരുന്നു, ദൈവം നിന്നെ ഉപയോഗിക്കും, ഇങ്ങനൊരു വാഗ്ദത്തമുണ്ട്. തനിക്ക് പാട്ട് പാടാൻ കഴിയുമായിരുന്നു. താനൊരു സാധാ കുടുംബിനിയായി, ഒരു ടീച്ചറായി ഒതുങ്ങി നിൽക്കുന്നതിൽ പ്രകൃതമാണ്. എന്നാൽ ഈ കാര്യം ഞാൻ പണ്ട് തൊട്ടേ പറയുമായിരുന്നു, കല്യാണം കഴിച്ച സമയം തൊട്ട്. കുഞ്ഞ് മരിക്കുന്ന സമയത്താണ് എന്റെ വൈഫ് 34 ഇയേഴ്സിൽ കൂടെ കടന്നു പോകുന്നത്. കുഞ്ഞ് ഉള്ള സമയത്ത് അവൻ പല പാട്ടുകൾ പാടിയിട്ടുണ്ട്, അനവധി വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കർത്താവ് യേശുവിന്റെ വരവിനെ കുറിച്ച് താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ആ വീഡിയോസ് എല്ലാം ഇരിപ്പുണ്ട്. തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 7 വയസ്സുള്ള കുഞ്ഞ്. ഞാൻ യാത്ര ചെയ്തൊരു മിനിസ്ട്രി ആയിരുന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഛത്തീസ്ഗഡ് താമസിക്കുമ്പോഴും ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് നീ എന്നെ ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്നു. ഞാൻ ഗസ്റ്റ് പാസ്റ്റേഴ്സ് ആയിട്ട് പലപ്പോഴും പലയിടത്തും പോകുന്നു. പക്ഷേ എനിക്ക് അവരുമായിട്ട് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല, ഉത്തരവാദിത്തങ്ങളില്ല, റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്തുകൊണ്ട് ദൈവം എന്നെ ഛത്തീസ്ഗഡ് ഉപയോഗിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചില വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു സംഘടനാ തലത്തിൽ ദൈവത്തിന് ഉപയോഗിക്കുന്നൊക്കെ. പക്ഷെ അതിന് സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം ട്രാവലിംഗ് മിനിസ്ട്രി ഇസ് എ കംഫർട്ടബിൾ മിനിസ്ട്രി. റെസ്പോൺസിബിലിറ്റി അധികമില്ല. പോകുന്നിടത്ത്, വിളിക്കുന്നിടത്ത് പോകുക, ശുശ്രൂഷ ചെയ്യുക, തിരിച്ചു വരിക, അതിനപ്പുറത്തെ റെസ്പോൺസിബിലിറ്റി ഇല്ലായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം ദൈവം എന്നെ പല ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി, ഇവിടെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വിൽപ്പന തുടങ്ങി. കഷ്ടപ്പെടുന്ന, പട്ടണിലായ, രോഗികളായ, അപകടത്തിൽപ്പെട്ട, മരിച്ചുപോയ, അങ്ങനെ പല കണക്ഷൻ എന്നിലേക്ക് കടന്നു വരുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട്, പരിചയക്കാരോട് അവരുടെ കാര്യങ്ങൾ പറയുന്നു. അവർ സപ്പോർട്ട് അയച്ചിരുന്നു, അവർക്കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു. എന്റെ ഫാദറിലോ കുറച്ച് പാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ആയിട്ട്. സപ്പോർട്ട് കൊടുക്കുന്നല്ലാതെ മറ്റൊരു മോണിറ്ററിങ്ങോ ലീഡർഷിപ്പോ കൊടുക്കുന്നില്ല, ട്രെയിനിങ്ങോ കൊടുക്കുന്നില്ലായിരുന്നു. അപ്പൊ എന്റെ അകത്ത് പ്രേരണ ഉണ്ടായി, അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് എംപവർ മീറ്റിംഗ് ചെയ്യണം. അങ്ങനെ ഞാൻ എല്ലാ മാസവും അവരെ വിളിച്ചു കൂട്ടി വരാൻ പറ്റുന്നവരെ കൈ കിട്ടുന്ന പൈസയൊക്കെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു, കൊടുക്കുന്ന സപ്പോർട്ട് കൂടാതെ. അങ്ങനെ കുറച്ച് കാലഘട്ടം മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മദറിൽ 2 വട്ടം ക്യാൻസറിൽ കൂടെ കടന്നുപോയി രക്ഷപ്പെട്ടു വന്ന വ്യക്തിയാണ്. താൻ റിട്ടയർഡായി. അപ്പൊ തന്റെ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന പൈസയായിരുന്നു പാസ്റ്റർമാർ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം റിട്ടയർഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് പെൻഷൻ കാശ് മാത്രമാണ് ഡിപ്പെൻഡ് ആയിത്തീരുന്നത്. അപ്പൊ ഫാദറിലോ ചർച്ചുകളുടെ എണ്ണം കുറച്ച് 8 ചർച്ചയായി കൊണ്ടുവന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സഹായിക്കാൻ വേണ്ടി പല ആൾക്കാർ മുഖാന്തരം പലപ്പോഴും പല പീഡനങ്ങൾ കൂടി ഛത്തീസ്ഗഡ് ആ സമയങ്ങളിൽ കടന്നുപോയി. അവരെല്ലാം കാണാനും സഹായിപ്പാനും ഒക്കെ മുമ്പോട്ട് ഇറങ്ങി. അങ്ങനെ പോകുന്ന ഒരു യാത്രയിൽ ഒരു പാസ്റ്റർ അലക്സിനെ കാണുന്നത്. അപ്പൊ ആ പാസ്റ്റർ എപ്പോഴും പറയുന്നത്, പാസ്റ്റർ ഒരു മിനിസ്ട്രി ആരംഭിച്ചാൽ ഞാൻ പാസ്റ്ററുടെ കൂടെ നിൽക്കാം എന്നിങ്ങനെ പറയും. ഞാൻ പറയും, എനിക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല, ദൈവം തന്നാൽ ഞാനത് ചെയ്യാമെന്ന് അദ്ദേഹത്തോട് പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആഫ്രിക്കയ്ക്ക് വേണ്ടി നിൽക്കുകയായിരുന്നു. 2ാം വട്ടം ആഫ്രിക്കയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് 2023 അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഞാൻ നാട്ടിലോട്ട് പോവുകയാണ്. അദ്ദേഹം ഏകദേശം 30-33 വർഷം ഈ ഛത്തീസ്ഗഡിൽ മിനിസ്റ്റർ ചെയ്ത വ്യക്തിയാണ്. പോകുന്നു. എനിക്ക് മനസ്സിലായി സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. നക്സലൈറ്റ് ഏരിയയായ നാരായൺപൂർ എന്ന സ്ഥലത്താണ് അദ്ദേഹം വേല ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം മുഖാന്തരമാണ് ഉൾഗ്രാമങ്ങളിലൊക്കെ ചെന്ന് പലരെ സഹായിക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പോവുകയും. ഞാൻ ചോദിച്ചു, എന്താ വിഷയം? എനിക്ക് അവിടെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പോവുകയും. ഞാൻ പറഞ്ഞ സാമ്പത്തികമാണ് വിഷയം. ഞാൻ ചോദിച്ചു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് ഞങ്ങളുടെ മിനിസ്റ്ററോട് നിൽക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ ഫാദറിനോട് സംസാരിക്കാം, നിങ്ങൾക്കുള്ള സപ്പോർട്ട് ഞാൻ കണ്ടെത്താം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു, പാസ്റ്റർ ഞാൻ നിങ്ങളോട് നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഫാദറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തോട് കൂടി ചേരണം, അദ്ദേഹത്തിന്റെ ഫണ്ട് ഞാൻ കണ്ടെത്തി തരാം, അദ്ദേഹത്തെ സപ്പോർട്ട് ഞാൻ ചെയ്യാം. ഞാൻ അതെന്റെ സ്നേഹിതനോട് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു, മന്ത്ലി. അങ്ങനെ ഇദ്ദേഹത്തെ ചേർക്കുന്നു. ഞാൻ അവിടുന്ന് ആഫ്രിക്കയ്ക്ക് പോകുന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ബൈക്ക് കാണിച്ചു 3 ഒടിഞ്ഞ് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൈക്ക്. വളരെ ബുദ്ധിമുട്ടായ യാത്രയാണ്. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ബസ്സില്ലാത്തൊരു സ്ഥലം, പ്രൈവറ്റ് വണ്ടികൾ ആവശ്യമാണ്. അപ്പോ അദ്ദേഹത്തെ മിനിസ്റ്റർ ചെയ്യണം, ഗ്രാമങ്ങളിൽ കൂടെ ഒക്കെ പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നമ്മളെ സംബന്ധിച്ച് ഫണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വരുന്നത് യുഗാണ്ടയിലാണ് പോയത്. 4 ദിവസം രാത്രി എനിക്ക് നാട്ടിൽ നിന്ന്, കൊച്ചിയിൽ നിന്നൊരു കോൾ വന്നു. ഒരു വിശ്വാസിയായ വ്യക്തി. അദ്ദേഹം പറഞ്ഞു, ആഫ്രിക്കയിലെ ഞാനത് സ്റ്റാറ്റസിൽ കണ്ടു, എനിക്ക് അവിടുത്തെ മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യാനൊക്കെ താല്പര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ വരുന്ന ആ സമയത്ത്
നമ്മുടെ നാട്ടിൽ നിന്നൊരു ദൈവദാസൻ യുഗാണ്ടയിലേക്ക് കുടുംബവുമായി മിനിസ്ട്രിക്ക് വേണ്ടി വരികയും അവിടെ താമസിക്കാൻ വേണ്ടി അദ്ദേഹം വന്നപ്പോൾ ആരോ അദ്ദേഹത്തിന് ഒരു ബോർഡ് അവിടെ ബൈക്കിന് ബോർഡ് എന്ന് പറയുന്നത് പേര് അദ്ദേഹത്തിന് ഗിഫ്റ്റ് ചെയ്തിരുന്നു. അത് വാങ്ങിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ടാണ് ഈ മസ്താക്ക എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ആ മസ്താക്ക തിരിച്ച് അതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. ഞങ്ങൾക്ക് നേരിട്ട് കണ്ടില്ല. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു പാസ്റ്റർമാരൊക്കെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ സപ്പോർട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഞാൻ 1-2 പേരെ ഞാൻ സജസ്റ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നും കൂടെ, കാരണം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ അവിടെ ചെയ്തിട്ടില്ല. ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി പോയി മിനിസ്ട്രി ചെയ്ത് തിരിച്ചു വരുന്ന വഴിയാണ്. നിങ്ങൾ റെഗുലറായി സപ്പോർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. ഞാൻ കൂട്ടത്തിൽ പെട്ടെന്ന് അതേ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണ്, ബൈക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പെട്ടെന്ന് എന്റെ അകത്ത് ചിന്ത വന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊരു ദിവാസനുണ്ട്, അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ബൈക്ക് ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഓക്കെ സെക്കൻഡ് ഹാൻഡ് മതിയോ? ഞാൻ പറഞ്ഞു മതി, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും മതി. എന്നാൽ അന്വേഷിച്ചു, ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ ബൈക്ക് അന്വേഷിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടെത്തിയില്ല. ഞാൻ ഇവിടെ അന്വേഷിച്ചു, ഇവിടെയും കിട്ടിയില്ല. കാരണം ഇവിടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കിനൊക്കെ ഡിമാൻഡ് കൂടുതല. പക്ഷെ കണ്ടീഷൻ ഒന്നും നല്ലതാകണമെന്നില്ല. അദ്ദേഹത്തിന്റെ വൈഫാണെന്നൊന്ന് പറഞ്ഞതിനോട് പറഞ്ഞു, പക്ഷേ അദ്ദേഹം എത്രയാ പൈസ അത് ഇട്ടിട്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്ത് ബാക്കി നമുക്ക് EMI എടുക്കാം. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു വേണ്ട, നമുക്ക് പുതിയത് കൊടുക്കാം. അങ്ങനെ അദ്ദേഹം ഒരു പുതിയ ബൈക്കിനുള്ള പൈസ തന്നു. അവിടെ ചെന്നപ്പോൾ 7,000 രൂപ ആ നാരായൺപൂരിന് പൈസ കൂടുതലായതുകൊണ്ട് ദംത്രിന്ന് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് ഇവിടുന്ന് കൊടുത്തു വിട്ടു. അങ്ങനെയായിരുന്നു എന്റെ ആ ഒരു മിനിസ്ട്രി സ്റ്റെപ്പ് എടുക്കുന്നത്. അന്നേരവും ഞാൻ ഈ മിനിസ്ട്രി ആരംഭിച്ചിട്ടില്ല. ഫാദറിലൂടെ കൂടെ നേതൃത്വത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന അടുത്ത മാസം. ഇത് സംഭവിക്കുന്ന ഒക്ടോബറിലാണ്. നവംബർ ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി മിനിസ്ട്രിക്ക് പോകാൻ വേണ്ടി വരികയാണ്. അന്നേരം എനിക്ക് ഒരു മെസ്സേജ് എന്റെ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ വന്ന് കിടന്നു. അത് റിക്വസ്റ്റിനകത്ത് എന്റെ ഫ്രണ്ട് അല്ല, ഒരു എബ്രഹാം ജോർജോ അങ്ങനെ ഒരു പേരാണ്. അപ്പോ ജോർജ് ചെറിയാൻ എന്നുള്ള പേര്. അപ്പൊ അദ്ദേഹം വാട്ട്സ് നമ്പർ എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ നമ്പർ അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ ചെക്ക് ചെയ്തത്, ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഈ മെസ്സേജിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു, 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ആരെങ്കിലും ആ അക്കൗണ്ട് ഉപയോഗിച്ചതായിരിക്കും. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കോള് US നിന്ന് വന്നു. ഒരു അനിത എന്ന് പറഞ്ഞ ആന്റിയാണ്. പറഞ്ഞു, ഞാനാണ്, എന്റെ ഹസ്ബൻഡ് അക്കൗണ്ടിൽ കൂടി ഞാൻ സംസാരിച്ചത്, മെസ്സേജ് അയച്ചത്. എന്റെ ഹസ്ബൻഡ് 1.5 വർഷം മുമ്പ് മരിച്ചു, ക്യാൻസർ ആയിരുന്നു. 2020 ക്യാൻസർ വന്നു, 2022 അദ്ദേഹം മരിച്ചു. അതൊരു പാസ്റ്റർ ആയിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ 86 കാലഘട്ടങ്ങളിൽ അറ്റ്ലാന്റയിൽ നടന്നു. അവിടെ ചർച്ച ആരംഭിച്ച അദ്ദേഹമായിരുന്നു ഒന്നും. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ആ ചർച്ച് വേറെ ചർച്ചുമായിട്ട് കണക്ട് ആയിരുന്നു. കുറച്ച് മലയാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പൊ ചർച്ച് മിനിസ്ട്രിയില്ല അവിടെ. അദ്ദേഹം മരിക്കുന്ന സമയത്ത് എന്നെ കൊണ്ടൊരു ശപഥം ചെയ്യിപ്പിച്ചിരുന്നു, നീ ദൈവവിളിക്ക് വേണ്ടി കൊടുക്കുന്നവളായിരിക്കണം. ഈ ആന്റി ആണെങ്കിൽ ചെന്നൈ ബ്രോട്ടപ്പാണ്. കേരളത്തിലെ മലയാളി ആണെങ്കിലും ചെന്നൈ ബ്രോട്ടപ്പ് ആയതുകൊണ്ട് മലയാളം അത്ര നല്ല ഇതല്ല. അപ്പോ അധികം ആൾക്കാരുമായിട്ട് ബന്ധമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, അന്ന് തൊട്ട് ഞാൻ ചില ആൾക്കാരെയൊക്കെ സഹായിക്കുന്നുണ്ട്. രാജസ്ഥാൻ ആരാണ്ടൊക്കെ, ഡൽഹിയിൽ ആരാണ്ടൊക്കെ സഹായിക്കുന്നുണ്ട്, ചെന്നൈയിലെ ഓർഫനേജിനെയൊക്കെ. നിങ്ങളുടെ വീഡിയോസുകൾ എന്നെ കാണിച്ചിട്ടുണ്ട് എന്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നിങ്ങളുടെ പാസ്റ്റർമാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, വൺ ടൈം ആയിട്ടാണ് ചെയ്യുന്നത് അതോ റെഗുലർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു? അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കിതൊന്നും അറിയത്തില്ല, പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ എന്റെ ഫാദറിനോട് കൊടുത്ത് 9 ചർച്ചകളുണ്ട്. എന്നാൽ റെഗുലർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വേറെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ ഏറ്റെടുക്കാം. അപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് മുഖാന്തരമായി തീരും. പക്ഷെ ഞാനിപ്പോ സൗദിക്ക് പോയിട്ട് വന്നിട്ട് ഞാനത് ചെയ്യാന്ന് പറഞ്ഞു. ആ സിസ്റ്റർ പറഞ്ഞു, ഓക്കെ പാസ്റ്റർ പറഞ്ഞാൽ മതി, അത് ഞാൻ ചെയ്യാം. ഞാൻ അങ്ങനെ തിരിച്ച് സൗദിക്ക് പോകുന്നു. അവിടെ വെച്ച് ദൈവനോട് സംസാരിക്കുന്ന 30 ചർച്ച എന്നൊരു കാഴ്ചപ്പാട് ദൈവം തന്നു. ഞാൻ മടങ്ങി വന്നിട്ട് പാസ്റ്റർമാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നതുപോലെ 30 ചർച്ചിനെ കുറിച്ചൊരു ദൈവിക ദൈവം തന്നിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടാണ് ഈ ആന്റി ഇങ്ങനൊരു വാക്ക് തന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2024 30 ചർച്ചകൾ ദൈവം തന്നു ഈ ദേശത്ത്. ഛത്തീസ്ഗഡിൽ 2 ചർച്ചകൾ ഒഡീസയിലുണ്ട്. ഫാദറിലെ പറഞ്ഞു, ഓൾറെഡി 8 പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ തനിക്ക് ബുദ്ധിമുട്ടായി വരുന്നു, അവരെയും കൂടി ഏറ്റെടുക്കണമെന്ന്. അങ്ങനെ ആ 30 പേരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഈ മിനിസ്ട്രി ദൈവം കൊണ്ടുപോയി. പിന്നീട് ഫാദറിൽ ആരംഭിച്ച മിഷനാണ്, അതിനെ ഏറ്റെടുത്ത് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഫാദറിലെ ലീഡറായിട്ട് ഇപ്പോഴും കൂടെയുണ്ട്. അദ്ദേഹം ഉള്ളത് വളരെ ബ്ലെസ്സിംഗ് ആണ്. അദ്ദേഹത്തിന് ദൈവം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തനിക്ക് അല്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടിലേക്ക് വന്നു, കാൽമുട്ടിന്റെ ഇഷ്യൂസ് കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് മിനിസ്ട്രി ചെയ്യുന്നത് ഇവിടെ.
ദൈവം തന്നൊരു ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ചർച്ചോ സംഘടനകളോ അല്ലെങ്കിൽ സംഘടന എന്നൊരു കോൺസെപ്റ്റ് അല്ല ദൈവം തന്നത്. ഈ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, വലിയ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. ഞാൻ വന്ന സമയങ്ങളിലൊക്കെ ചർച്ചകളൊക്കെ കുറവ്. പക്ഷെ ഈ 2026 വരുമ്പോൾ ഒത്തിരി ചർച്ചകൾ ഗ്രാമങ്ങളെല്ലാം കാണുന്നു. തദ്ദേശീയരായ ലോക്കലായിട്ടുള്ള ഒത്തിരി ദൈവാത്മന്മാരെ ശുശ്രൂഷയ്ക്കെതിരെ എഴുന്നേൽപ്പിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, മിക്കതും ഇൻഡിപെൻഡന്റ് ചർച്ചകളാണ്. എല്ലാവർക്കും ബേസ് ഇല്ല. മിക്കവർക്കും വലിയ വചന പരിജ്ഞാനമോ ചർച്ച എങ്ങനെ നന്നായി നടത്തണമെന്നോ ഒരു അറിവുള്ള ആൾക്കാരല്ല എല്ലാവരും. അവർക്ക് ദൈവം കൊടുത്ത കൃപയ്ക്കനുസരിച്ച് അവരുടെ മേലുള്ള അഭിഷേകം അനുസരിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടു മാറുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, ജനങ്ങൾ സഭയിലേക്ക് കടന്നു വരുന്നു. എന്നാൽ ഈ വരുന്ന ജനത്തെ എങ്ങനെ മുമ്പോട്ട് നയിക്കണം, ക്രിസ്തുവിൽ എങ്ങനെ ഉറപ്പിക്കണം, നിത്യതയ്ക്ക് വേണ്ടി എങ്ങനെ ഒരുക്കണം, സഭ ആരാധന എങ്ങനെയായിരിക്കണം, കൂട്ടായ്മ എങ്ങനെയായിരിക്കണം, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പാസ്റ്റർമാരെ കൂടെ നിർത്തി പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് എക്വിപ്പ് ചെയ്ത് തികഞ്ഞവരാക്കി മാറ്റുക എന്നുള്ളൊരു ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. വലിയ സംഘടനയോ ഇതൊന്നുമല്ല. ഞാൻ അവരോട് പറയുന്നത്, ദൈവം നിങ്ങളെ വിളിച്ചു ദൈവലയ്ക്ക് വേണ്ടി, അത് ദൈവം ഞങ്ങളെ നിർത്തിയിരിക്കുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. എന്തിന്? നിങ്ങളെ ട്രെയിൻ ചെയ്യുക, എക്വിപ്പ് ചെയ്യുക, പഠിപ്പിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ. ഇനി അത് എത്ര നാളെന്ന് എനിക്കറിയത്തില്ല. ദൈവം എന്നുവരെ പറയുന്നു അന്ന് വരെ. പക്ഷെ അപ്പോഴും കർത്താവ് തന്ന ശുശ്രൂഷ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാനിത് പറയാൻ കാരണം, ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ പ്രധാന പ്രശ്നം, ആ ചർച്ച് ഒരു പാസ്റ്റർ ബേസ് ചെയ്തിട്ട്, ആ പാസ്റ്റർ ഓക്കെ ആണെങ്കിൽ ചർച്ച് മുമ്പോട്ട് പോകും, പാസ്റ്റർ ഡൗൺ ആണെങ്കിൽ ചർച്ചും ഡൗൺ ആയി പോകും. പ്രിയമുള്ളവരെ, ദൈവം തന്ന ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചെതറി കിടക്കുന്ന പാസ്റ്റേഴ്സ്, ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർമാര്, അവരെ അവരുടെ കൂടെ നിൽക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ അവരെ വചനം പഠിപ്പിക്കുക, മിനിസ്ട്രി പഠിപ്പിക്കുക, അവർക്കൊരു ബ്ലെസ്സിങ് ആയി തീരുക, എല്ലാ വിധത്തിലുള്ള സഹായ സപ്പോർട്ടോടുകൂടി. ഇങ്ങനെയാണ് ഞാൻ ഈ മിനിസ്ട്രി ഇവിടെ ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം, ഏറ്റവും ടഫായിട്ടുള്ള ഒരു സമയത്താണ് ദൈവം എന്നെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ചത്. കാരണം ഈ 2 വർഷങ്ങൾക്കുള്ളിലാണ് ഏറ്റവും പീഡകൾ ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ കൂടെയുള്ള ദൈവാസന്മാരുടെ സഭ ഹോളുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. പല ആൾക്കാർ ജയിലിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സുവിശേഷ നിമിത്തം ഒറ്റപ്പെട്ടു പോയ, ഉപദ്രവിക്കപ്പെട്ട അനേക ആൾക്കാരുണ്ട്. ഒത്തിരി സാമ്പത്തിക തകർച്ചയിൽ കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കൂടെ നിൽക്കാനും അവരിലൊരാളായി തീർന്ന് അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ വൈഫിന് ഗവൺമെന്റ് ജോലി ഉള്ളത് കൊണ്ട് ദൈവകൃപയാൽ ഞങ്ങളുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. എന്നാൽ ഈ ദൈവദാസന്മാർക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി അനവധി സ്നേഹിതന്മാരായ ആൾക്കാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, മലയാളികളാണ്, മറ്റുള്ള ആൾക്കാരുമല്ല, മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഓടി വരുന്നത്. ഞാൻ പലപ്പോഴും ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ലൈവായിട്ടൊക്കെ വരാറുണ്ട്. ചില ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ഇട്ട വീഡിയോയ്ക്ക് എല്ലാം ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുകയും അറിയാത്ത ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടി മുമ്പോട്ട് വരികയും ചെയ്യുന്നു. വിശ്വാസമുള്ള യാത്രയാണ്. എല്ലാ മാസവും അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കണ്ടെത്തണം, അവരെ സഹായിക്കണം. പലപ്പോഴും ഞാൻ അവരോട് ഇറങ്ങിയ സമയത്തേക്ക് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചർച്ചകൾ പണിത് തരാനോ നിങ്ങൾക്ക് ഇന്ന വാഗ്ദത്തങ്ങൾ തരുമോന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം അങ്ങനെ നയിച്ചാൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന്. പക്ഷെ ദൈവകൃപയാൽ ഇന്ന് ഏകദേശം 6-ലധികം സ്ഥലത്ത് വീട് പണിയായിട്ടും ചർച്ചുകളുടെ പണിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. വളരെ സഹായിക്കാനൊക്കെ പറ്റി. അതിന് മുമ്പോട്ട് വന്ന അനേക ആൾക്കാരുണ്ട്. വീഡിയോസ് എല്ലാം കണ്ടിട്ടൊക്കെയാണ്. അവരോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. മേലെ വിശാലമാണ്. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഇനിയും കിടപ്പുണ്ട്. ദൈവം വൈഫിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പല പാട്ടുകൾ പാടാനും. ആ വൺഡ്രൈ മിനിസ്ട്രി, വൺഡ്രൈ പ്രൊഡക്ഷൻ എന്നുള്ള മിനിസ്ട്രി, എന്റെ അളിയനാണ് എന്റെ ലീഡർഷിപ്പ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഇവരെല്ലാം കൂടെയുണ്ട്. അവർ മുഖാന്തരം അനവധി പാട്ടുകൾ ഒരു ദിവസങ്ങൾ മറ്റൊരു പാട്ട് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ദൈവം കൊടുത്ത കൃപ അത് അനേകർക്ക് ബ്ലെസ്സിങ് ആയി തീർന്നുണ്ട്. പല മാധ്യമത്തിൽ കൂടിയാണ് സുവിശേഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ ഛത്തീസ്ഗഡിൽ ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ അധികം മലയാളികളൊന്നുമില്ല, 5-6 ഫാമിലീസേ ഉള്ളൂ. ഇവിടെ നിൽക്കുവാൻ ദൈവം കൃപ തന്നു. നിങ്ങളുടെയൊക്കെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു. പ്രിയമുള്ളവരെ, നിത്യത എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് മോനിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി. അത് വലിയ സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ദൈവം ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി നന്മകൾ ദൈവം നൽകി തന്നു. ദൈവം വിശ്വസ്തൻ, അവരാർക്കും കടക്കാരനല്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലകളിൽ വെള്ളം ചുമന്നുകൊണ്ട് നടന്നിട്ടുണ്ട് ആലയത്തിന്റെ പണിക്ക് വേണ്ടി. ഇന്ന് ആലയങ്ങൾ പണിയുവാൻ അല്ലെങ്കിൽ മറ്റുള്ള സപ്പോർട്ട് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വൈഫിന് മറ്റൊരു മോനുണ്ട്, ജെയ്ഡൻ, 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദൈവം അവനും കൃപകൾ കൊടുത്തിട്ടുണ്ട്, കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നന്നായി ഡ്രം വായിക്കും.
എന്റെ ഇന്നോസും ആക്റ്റീവാണ്. ദൈവകൃപയാൽ അവരും അടുത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ സെപ്പറേറ്റ് ആണ്. ചർച്ച് മിനിസ്റ്റർ ഉണ്ട് ഇവിടെ. അതിനടുത്ത് പ്രാർത്ഥിക്കുക. എന്തെങ്കിലുമൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ ഈ ഛത്തീസ്ഗഡിലേക്കൊക്കെ ആൾക്കാർ കടന്നു വരിക. ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കണം അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ആസാദ് ടിവിയോട് എന്റെ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ഫിലിപ്പിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നി പാസ്റ്റർ കോണ്ടാക്ട് ചെയ്യും ഇപ്രകാരം സാക്ഷ്യത്തിന് വേണ്ടി. അതിനെ റെക്കമെൻഡ് ചെയ്തത് ഒരു മിനിസിസ്റ്ററാണ്. താനും ഇതുപോലൊരു കഷ്ടതയിൽ കൂടെ കടന്നുപോയതാണ്. അതുപോലെ തന്നെ ഈ ആസാദ് ടിവിയുടെ പല വീഡിയോസും പലപ്പോഴേ കണ്ടിട്ടുണ്ട്. അത് അനേകർക്ക് ആശ്വാസമായി തീരുന്നു എന്ന് അറിയുന്നതിൽ സന്തോഷം. ദൈവം ഇനിയും ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുവാനിടയായി തീർന്നു. നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് കാരണമായി തീരുന്നു. ജീവിതത്തിൽ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയി, എന്നാൽ അനേകരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് കുടുംബമായി സഹായിക്കുന്നു. ഇനി ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിലുള്ള ക്ലേശങ്ങളുടെ മേൽ ദൈവിക സ്പർശനം ഉണ്ടാകട്ടെ, ദൈവിക അത്ഭുതങ്ങൾ വിടുതലുകൾക്കായി വെളിപ്പെടട്ടെ. പാസ്റ്റർ തന്നെ ചുരുക്കത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയപിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ വീഡിയോയിൽ കൂടെ ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ, ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ആൾക്കാർ, വിവിധ രാജ്യങ്ങളിൽ പറക്കുന്ന ആൾക്കാർ, വിവിധ ടൈം സോണുകളിലായിരിക്കുന്ന ജനങ്ങൾ, കർത്താവെ, ഞങ്ങളെല്ലാം നിത്യതയ്ക്കുള്ള യാത്രയിലാണ്. ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മിൽ വെളിപ്പെടുവാൻ ഇരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു തേജസ്സിന്റെ സമയമുണ്ട് കർത്താവെ. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കഷ്ടതയിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന, മാനസിക സംഘർഷത്തിലായിരിക്കുന്ന അനേക ആൾക്കാർ ഞങ്ങളെ കേൾക്കുന്നുണ്ട് കർത്താവെ. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരുണ്ട്. അവർ സ്നേഹിച്ച, അവരുടെ പ്രിയപ്പെട്ടവരായിരുന്ന ചില ആൾക്കാർ കൺമുമ്പിൽ നിന്ന് മാഞ്ഞു പോയപ്പോൾ അതുണ്ടാക്കിയ ശൂന്യതകൾ, അതുണ്ടാക്കിയ വേദനകൾ, അതിനകത്ത് ജീവിക്കുന്ന ആൾക്കാർ എന്നെ കേൾക്കുന്നുണ്ട്. ഈ വചനം അവരുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസമായി തീരട്ടെ കർത്താവെ. മരിച്ചവരെ കുറിച്ച് ദുഃഖിപ്പിക്കേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിലായിരിക്കുന്നെങ്കിൽ അവർ പ്രതീക്ഷയിലാണ്. അവർക്ക് നമ്മെക്കുറിച്ച് ചിന്തയില്ല. എന്നാൽ അവരായിരിക്കുന്നിടത്ത് അവർ കർത്താവിന്റെ കൂടെ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. ആ പ്രത്യാശയിൽ മുമ്പോട്ട് പോകുവാൻ ഈ പ്രിയമുള്ളവർക്ക് കൃപ കൊടുക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ നീ എന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് അവിടെ ഹൃദയത്തിന്റെ അകത്തുനിന്ന് ആ വേദന യേശു കർത്താവിനെ തുടച്ചു മാറ്റിയാട്ടെ. ഒരു സമ്പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിക്കട്ടെ. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുന്ന കർത്താവാകിയാൽ അങ്ങയുടെ അതിവേഗമുള്ള വചനം അയച്ച് നീ അവരെ സൗഖ്യമാക്കേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. Lord, I pray you heal them completely. Let your peace reign in their life, Lord Father. അവിടെ ജീവിതത്തിൽ ആ സമാധാനം അനുഭവിപ്പാൻ ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. രോഗികളായിട്ടുള്ളവരുണ്ട്, നീ അവരെ തൊട്ട് സൗഖ്യമാക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവിന്റെ വചനം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവിക വിടുതൽ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ദൈവിക ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ. അവർ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവ് ഏത് സമയത്താണ് ഈ വചനം, ഈ സന്ദേശം കേൾക്കുന്ന അറിയത്തില്ല. പക്ഷേ ദൈവാത്മാവ് അവിടെ സംസാരിക്കണം. ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങണം. ദൈവിക വിടുതൽ അവിടെ വ്യാപരിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരാശയിൽ കിടക്കുന്ന അനേക ആൾക്കാരുണ്ട്, ഡിപ്രഷനിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്, തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്. കർത്താവെ, അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവിന്റെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് വിടുതൽ കൊടുത്താട്ടെ. വലിയ പ്രത്യാശയാൽ അവരുടെ ഹൃദയങ്ങൾ നിറച്ചാട്ടെ. അവരുടെ സകല പ്രശ്നത്തെ പരിഹരിപ്പാൻ കഴിവുള്ള കർത്താവിൽ അവർ ആശ്രയിപ്പാൻ, അവരുടെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ നീ കൃപ കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ആ തലമുറകൾ മനസ്സാന്തരപ്പെടട്ടെ. കർത്താവ് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകട്ടെ. ഡിവൈൻ ഇന്റർവെൻഷൻ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഡിവൈൻ എൻകൗണ്ടർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങളുടെ വാർത്തകൾ വേഗത്തിൽ ഈ പ്രിയമുള്ളവർ കേൾക്കുവാൻ ഇടയായി തീർന്നിട്ടെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പോവാൻ കഴിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, എന്റെ തടസ്സമുള്ളവരുണ്ട്, ആ തടസ്സങ്ങൾ മാറട്ടെ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ജോലിക്കായി കാത്തിരിക്കുന്നവരുണ്ട്, നീ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്താട്ടെ. ദൈവിക വിടുതൽ അനുഭവിക്കട്ടെ. അതേ കുടുംബ ബന്ധങ്ങളിൽ വിഷയങ്ങളുള്ള ആൾക്കാരുണ്ട്. കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. ശുശ്രൂഷയിൽ ഉയർച്ചകൾ കിട്ടാതെ മുന്നോട്ട് കയറാൻ കഴിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ദൈവം അവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ടെ. ഒരു വലിയ വിടുതൽ, ഒരു വലിയ ശുശ്രൂഷ മണ്ഡലം തുറക്കപ്പെടും ഞാൻ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ വലിയ പകർച്ച സംഭവിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. റിഖബ ശമന
റഗദൽ ഖമന ഭവിഷ്യസി റിഗദൽ ഖമന. ഈ ദിവസങ്ങൾ കർത്താവെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരല്ല, അതിന്റെ ശക്തിയെ പ്രാപിച്ച് ശക്തിയെ ധരിച്ച് മുമ്പോട്ട് ഓടുവാൻ, ധൈര്യത്തോടെ ഓടുവാൻ ഈ പ്രിയമുള്ളവർക്ക് കൃപ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ. ചുടമ ക്ഷമന റിഗദൽ ഖമന ഭവിഷ്യസി റിഗദൽ ഖമന. ദൈവിക കൃപകൾ ജ്വലിക്കപ്പെടട്ടെ, ദൈവിക അഭിഷേകം ജ്വലിക്കപ്പെടട്ടെ, ദൈവിക നന്മകൾ അവരുടെ മേലേക്ക് ഒഴുകട്ടെ, നന്മകളുടെ വാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഞങ്ങളുടെ സാക്ഷ്യം കർത്താവെ ശുശ്രൂഷിക്കൊണ്ട് സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. വിശ്വാസത്തോടെ ഈ ദിവസങ്ങളിൽ സ്റ്റെപ്പുകൾ എടുക്കുവാൻ, ദൈവപ്രവർത്തികൾക്ക് സാക്ഷ്യം വഹിപ്പാൻ നീ കൃപ കൊടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നപ്പ. ഈ ദിവസങ്ങളിൽ ദൈവിക സന്തോഷമാണ് ഹൃദയങ്ങൾ നിറയട്ടെ, പ്രത്യാശ നിറയപ്പെടട്ടെ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസ്ഥിതികളെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ധൈര്യത്തോടെ, സമാധാനത്തോടെ, പ്രത്യാശയോടെ, വിശ്വാസത്തോടെ ഏൽപ്പിച്ച ശുശ്രൂഷ, വിശ്വസ്തനും നല്ലവനുമായ ദാസൻ എന്നുള്ള വിളി കേൾക്കുവാൻ ഈ പ്രിയമുള്ളവർക്ക് കൃപ കൊടുക്കണം. അത് മാത്രമല്ല, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്നവരായി തീരുവാൻ, ദൈവവേല ചെയ്യുന്നവരായി തീരുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നവരായി തീരുവാൻ, അധ്വാനിക്കുന്നവരായി തീരുവാൻ, നിത്യതയിൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുന്നവരായി തീരുവാൻ. ഈ ഭൂമിയിലല്ല കർത്താവെ, ഈ താൽക്കാലിക ജീവിതത്തിന് വേണ്ടി മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ്, നിത്യതയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായി തീരുവാൻ ഈ പ്രിയമുള്ള കൃപ കൊടുക്കണം. പ്രത്യേകിച്ച് ആസാദ് ടിവിക്ക് വേണ്ടി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാസ്റ്റർ പിന്നിക്കായി, തന്റെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. ഇത് അനേക ആൾക്കാർക്ക് ആത്മീയ ഉണർവിന് കാരണമായി തീരണം. ദൈവിക പ്രത്യാശ വർദ്ധിച്ചു വരട്ടെ. അടിനെയും കുടുംബത്തെയും ഇവിടുത്തെ മിനിസ്റ്ററിനെ ഏൽപ്പിക്കുന്നപ്പ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അമേൻ, അമേൻ, അമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസ, കാവൽ നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ പാസ്റ്ററിന്റെ മേൽ, തൻ്റെ കുടുംബത്തിന് മേൽ, ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. പാസ്റ്റർ ഒരുപാട് ആശയോടെ നന്ദി പറയുക. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിൽ ദൈവം കുടുംബമായിട്ട് ഇനിയും ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരോടുമുള്ള നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. Have a wonderful time. Thank you for watching. God bless you. God bless you. ആമേൻ.